പ്രിയരെ നമസ്കാരം. 18 പുരാണങ്ങളെക്കുറിച്ചും 18 ഉപപുരാണങ്ങളെക്കുറിച്ചും 108 ഉപനിഷത്തുക്കളെക്കുറിച്ചുമുള്ള വിശദമായ അവതരണത്തിന്റെ ഭാഗമായി വായു പുരാണത്തിന് ശേഷം നാരദ പുരാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വായു പുരാണ കഥകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണയും പ്രചോദനവും നാരദ പുരാണത്തിലും പ്രതീക്ഷിക്കുന്നു. 22 അധ്യായങ്ങളിലായി നാരദനും സനത് കുമാരനും സംഭാഷണ ശൈലിയിൽ അവതരിപ്പിച്ച വൈഷ്ണവ പുരാണമാണ് നാരദ പുരാണം. ഈ പുരാണത്തിൽ പ്രധാന തീർത്ഥാടന സ്ഥലങ്ങളുടെ വിശദമായ വിവരണമുണ്ട്. മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളായി വേദങ്ങൾ കണക്കാക്കപ്പെടുന്നു. വേദങ്ങൾ പോലും പുരാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മത്സ്യപുരാണത്തിലെ ഒരു ശ്ലോകമായ പുരാണാം സർവശാസ്ത്രാണാം പ്രഥമം ബ്രാഹ്മണ സ്മൃതം അനന്തരം ച വക്രേദഭ്യോ വേദസ്തസ്യ വിനിർഗതഃ. മറ്റു ഗ്രന്ഥങ്ങളുടെ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മാവ് പുരാണങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വേദങ്ങൾ പുറത്തേക്കൊഴുകി. ഇത് പുരാണങ്ങളുടെ പ്രാചീനത വ്യക്തമായി കാണിച്ചു തരുന്നു. അത് 18 പുരാണങ്ങളിലും പ്രകടമാണ്. അവയിൽ നാരദ പുരാണം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം അത് സൃഷ്ടിച്ചത് നാരദ മുനിയല്ലാതെ മറ്റാരുമല്ല. നാർദോക്തം പുരാണം തു നാരദീയ പ്രച്ഛതേ. ഇതിനർത്ഥം നാരദ മഹർഷിയുടെ അധരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നാരദ പുരാണം എന്നതാകുന്നു. ഈ പുരാണത്തിൽ തുടക്കത്തിൽ 25,000 ചരണങ്ങളുടെ ഒരു ശേഖരണം തന്നെയുണ്ടായിരുന്നു. എന്നാൽ നാരദ പുരാണത്തിൽ ഇന്ന് ലഭ്യമായ പതിപ്പിൽ 22,000-ൽ കൂടുതൽ ശ്ലോകങ്ങൾ ഇല്ല. നാരദ പുരാണത്തിന്റെ മുഴുവൻ ഉള്ളടക്കവും 2 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. സുതനും ശൗനകനും തമ്മിലുള്ള സംഭാഷണം, പ്രപഞ്ചോൽപത്തി, മോക്ഷം, ശുകദേവന്റെ ജനനം, മന്ത്രപരിശീലനം, പൂജാതി കർമ്മങ്ങൾ, ഉപാധികൾ, പ്രത്യേക മാസങ്ങളിലെ പ്രത്യേക ദിവസങ്ങളിൽ ആചരിക്കുന്ന വിവിധ വ്രതാനുഷ്ഠാനങ്ങളുടെ ഫലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 4 അധ്യായങ്ങളാണ് ആദ്യ ഭാഗത്തിൽ അടങ്ങിയിട്ടുള്ളത്. 2ാം ഭാഗത്തിൽ മഹാവിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ചിത്രീകരണവും പ്രാധാന്യവും സംബന്ധിച്ച മനോഹരമായ കഥകളും അടങ്ങിയിരിക്കുന്നു. നൈമിഷാരണ്യം മുനിമാരുടെ തപസ്സിന്റെ കേന്ദ്രമാണ്. പണ്ട് 20,000-ഓളം ഋഷിമാർ നൈമിഷാരണ്യത്തിന്റെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ സമ്മേളിച്ചു. അവരെല്ലാം തങ്ങളുടെ ഗൃഹാതുരത്വങ്ങളും അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രയോജനത്തിനായി മഹാവിഷ്ണുവിനെ ആരാധിച്ചു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ ജീവിതത്തിന്റെ 4 ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആ മുനിമാർ നൈമിഷാരണ്യത്തിൽ താമസിച്ച സമയത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ചു. മഹാമുനി ശൗനകൻ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ ഋഷിമാരെ, ജീവിതത്തിലെ ഏറ്റവും നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടി. എന്നാൽ നിങ്ങൾ എൻ്റെ മുൻപിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എൻ്റെ കഴിവുകൾക്ക് അതീതമാണ്. വേദവ്യാസന്റെ ഏറ്റവും പണ്ഡിതനായ ശിഷ്യന്മാരിൽ ഒരാളായ സുതനെപ്പോലുള്ള ഒരു മഹർഷിക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ. നിലവിൽ സിദ്ധിപീഠത്തിലെ ഒരു ആശ്രമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ജീവിതത്തിന്റെ നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം. ഈ വാക്കുകൾ കേട്ട ഋഷിമാരെല്ലാം സന്തോഷത്തോടെ ശൗനകന് നന്ദി മൊഴിഞ്ഞു. തുടർന്ന് ശൗനകന്റെ നേതൃത്വത്തിൽ എല്ലാവരും സുതമഹർഷിയുടെ ആശ്രമത്തിലെത്തി. ആശ്രമത്തിലേക്ക് സുതമുനി അവരെയെല്ലാം സ്വാഗതം ചെയ്തു. അവരുടെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഹേ മഹർഷികളെ, മഹാനായ സനത് കുമാരൻ ഒരിക്കൽ ദേവർഷി നാരദന് പറഞ്ഞു കൊടുത്തതും ഇപ്പോൾ നാരദ പുരാണം എന്നറിയപ്പെടുന്നതുമായ മഹാപുരാണം ഞാൻ നിങ്ങളോട് വിവരിക്കാം. നാരദൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവനാണ്. ശൗനകൻ പറഞ്ഞു, സുതാജി, സനത് കുമാരന്മാർ എങ്ങനെയാണ് നാരദന് മതത്തിന്റെ നിഗൂഢ സ്വഭാവം തുറന്നുകൊടുത്തത്? ഈ ഭക്തി നിർഭരമായ ചർച്ച നടത്താൻ അവർ എപ്പോൾ എവിടെയാണ് യോഗം ചേർന്നത്? ദയവായി വിശദമായവയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരിക. സുതൻ തുടർന്നു, വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തനായ മഹാമുനി സനത് കുമാരൻ ബ്രഹ്മാവിന്റെ ഭാവനയുടെ സൃഷ്ടിയായിരുന്നു. അദ്ദേഹം എപ്പോഴും ബ്രഹ്മാരാധനയിൽ മുഴുകുന്നു. ഒരിക്കൽ അദ്ദേഹം അതിശക്തമായ മേരു പർവ്വതനിരയുടെ കൊടുമുടിയിലേക്ക് പോകവേ വഴിയിൽ വിശുദ്ധ ഗംഗയെ കാണുവാനിടയായി. ദേവർഷി നാരദനും അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു. നാരദനും തന്റെ ജ്യേഷ്ഠനെ വന്ദിച്ച് നദിയിൽ കുളിച്ചു. പതിവ് ആചാരങ്ങൾ അനുഷ്ഠിച്ച ശേഷം അവരവിടെ ഉപവിഷ്ടരായി മഹാവിഷ്ണുവിന്റെ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു. നാരദൻ ആരാഞ്ഞു, അല്ലയോ സഹോദര, മഹാവിഷ്ണുവിനെ എങ്ങനെ തിരിച്ചറിയുവാനാകും? ഈ മുഴുവൻ സൃഷ്ടിയുടെയും കാരണം ആരാണ്? ഭക്തി, ജ്ഞാനം, തപസ് എന്നിവയുടെ ഭാവം എന്താണ്? അതിഥികളോട് പെരുമാറുന്നതിൻ്റെ രഹസ്യവും ദയയോടെ വിശദീകരിക്കുക. ബ്രഹ്മാവിൻ്റെയും മറ്റു ദേവന്മാരുടെയും ഉത്ഭവം മഹാവിഷ്ണു എങ്ങനെ ഉണ്ടായി എന്നുകൂടെ പറഞ്ഞു തരൂ. സനാതന കുമാരൻ പറയുന്നു, സൃഷ്ടിയുടെ തുടക്കത്തിൽ സ്വയം പ്രകാശിക്കുന്ന മഹാവിഷ്ണു തന്റെ വലതുഭാഗത്തു നിന്ന് ബ്രഹ്മാവിനെയും മധ്യഭാഗത്തു നിന്ന് രുദ്രനെയും ഇടതുവശത്തു നിന്ന് സ്വന്തം പ്രതിരൂപമായ മഹാവിഷ്ണുവിനെയും സൃഷ്ടിച്ചു. മഹാവിഷ്ണു സർവ്വവ്യാപി ആയതിനാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികളും സർവ്വവ്യാപികളാണ്. ലക്ഷ്മി, ഉമ, ശക്തി, ചണ്ഡി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ മഹാവിഷ്ണുവിന്റെ ശക്തികളാണ്.
ചിലർ ഈ ശക്തികളെ ഭഗവാൻ സൃഷ്ടിച്ച മായക്കാഴ്ചകളായി തിരിച്ചറിയുന്നു. അതേസമയം ഋഷിമാർ അവയെ പ്രകൃതിയായി കണക്കാക്കുന്നു. ലോകത്തെ സംരക്ഷിക്കുന്ന ദേവന്മാർ പുരുഷനാണ്. ഈ തലങ്ങൾക്ക് മുകളിലുള്ള പരമാത്മാവ് ഭഗവാനാണ്. അവനേക്കാൾ ഉന്നതനായി മറ്റാരുമില്ല. അവന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് പോലും ഒരു ദിവ്യ താമരയിലൂടെയാണ് ഉത്ഭവിച്ചത്. ത്രിഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ശാശ്വതമായ ആനന്ദം അവനാണ് പരമപുരുഷൻ. ഓ നാരദരെ, 5 ഇന്ദ്രിയങ്ങളായ കാഴ്ച, ശബ്ദം, ഗന്ധം, സ്പർശം, രുചി എന്നിവ അഹംഭാവത്തിൽ നിന്നാണ്. മറ്റ് 11 ഇന്ദ്രിയങ്ങളുടെ ഉത്ഭവവും അഹം തന്നെയാണ്. ആകാശം, വായു, തീ, വെള്ളം, ഭൂമി എന്നീ 5 ഭൗതിക ഘടകങ്ങൾ 5 ഇന്ദ്രിയങ്ങൾക്ക് കാരണമായി. ഈ 5 ഭൗതിക ഘടകങ്ങളുടെ സൃഷ്ടിക്ക് ശേഷമാണ് ബ്രഹ്മാവ് പാതാള ജീവികളെ സൃഷ്ടിച്ചത്. പിന്നീട് അദ്ദേഹം മനുഷ്യരെ സൃഷ്ടിച്ചു. തുടർന്ന് 7 ലോകങ്ങളെയും ഈ 7 ലോകങ്ങളെ പരിപാലിക്കുന്ന 7 സംരക്ഷകരെയും സൃഷ്ടിച്ചു. ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കായി ബ്രഹ്മാവ് വലിയ പർവ്വതങ്ങളും സമതലങ്ങളും 7 കടലുകളും സൃഷ്ടിച്ചു. വലിയ ഉപ്പുരസമുള്ള കടലിന്റെ വടക്ക് ഭാഗത്തും ഉത്തുംഗ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തുമായി ഭാരതത്തിന്റെ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നു. ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ വസിക്കുന്നു. അവരുടെ സദ്ഗുണങ്ങൾ കാരണം ദേവതകൾ പോലും ഭാരത ഭൂപ്രദേശത്തെ മാലോകരെ ആരാധിക്കുന്നു. ഭാരതത്തിൽ ജനിച്ചിട്ടും മോക്ഷം നേടാത്ത അവിവേകികൾ ആകാശത്ത് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നിടത്തോളം നരകയാതന അനുഭവിക്കേണ്ടി വരും. ബ്രഹ്മാവ് മുതൽ അപ്രധാനമെന്ന് വിലയിരുത്തുന്ന ഒരു പുൽക്കുടി വരെയുള്ളവ ലോകം മുഴുവൻ വസുദേവന്റെ, അതായത് വിഷ്ണുവിന്റെ പ്രകടനമാണ്. സനത് കുമാരൻ പറഞ്ഞു, ഹേ മുനെ, വിശ്വാസത്തിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എല്ലാറ്റിൻ്റെയും നേട്ടവും മഹാവിഷ്ണുവിന്റെ പ്രീതിയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിശ്വാസമില്ലാതെ ഒന്നും നേടുവാനാവില്ല. ഒരു മനുഷ്യൻ ജീവന്റെ അഭാവത്തിൽ ജഡത്വത്തെ അംഗീകരിക്കുകയും ചലനരഹിതമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിശ്വാസം ഒരു ആത്മീയ വെളിച്ചം പോലെയാണ്. അതില്ലാതെ ഒരു മനുഷ്യന്റെ മതപരമായ പ്രവർത്തനങ്ങൾ തുടരാനാവില്ല. എല്ലാം അവസാനിച്ചു പോവും. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ നേട്ടങ്ങളുടെയും മൂല്യമാണ് ഭക്തി എന്നറിയപ്പെടുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 പരമോന്നത ജീവിത ലക്ഷ്യങ്ങളുടെ ദാതാവ് കൂടിയാണ് വിശ്വാസം. ഭക്തിയും വിശ്വാസവും ഇല്ലാതെ ഒരു പ്രവൃത്തിയിലും വിജയിക്കുകയില്ല. വിശ്വാസത്തോടെ ചെയ്യുന്ന നിസാര ജോലികൾ പോലും ശാശ്വതമായ ഫലം നൽകുന്നു. നേരെ മറിച്ച് അസൂയാലുക്കളായ ആളുകളുടെ പുണ്യപ്രവർത്തികൾ പോലും നിഷ്ഫലമായി തീരും. അസൂയാലുക്കൾക്ക് ഈശ്വരപ്രാപ്തി അസാധ്യമാണ്. അസൂയയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ആകാശത്തെ അപരിഷ്കൃത ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന തരത്തിൽ അത്ര വലിയ വിടവ് സൃഷ്ടിക്കുന്നു. ഹേ ബ്രഹ്മാനന്ദൻ, വിശ്വസ്തമായ ഈശ്വര ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിഷ്ണുവിന്റെ വാസസ്ഥലം അടയുവാനാകൂ. വേദങ്ങളിൽ അറിവുണ്ടായിട്ടും തങ്ങളുടെ വംശത്തിന്റെ ധാർമ്മിക പെരുമാറ്റ ചട്ടങ്ങൾ പാലിക്കാത്തവരാണ് വീണുപോകുന്നത്. അത്തരക്കാരെ രക്ഷിക്കാൻ വേദങ്ങൾക്കോ ഭക്തിക്ക് പോലും കഴിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധാർമ്മിക പെരുമാറ്റമാണ് എല്ലാറ്റിനും ആധാരം. മഹാമുനെ, എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനമായ മാതാവിനെ പോലെയാണ് ഭക്തി. ഹേ നാരദരെ, ഭക്തജനങ്ങളുടെയും സന്യാസിമാരുടെയും കൂട്ടുകെട്ടാണ് ഭക്തിയെ വിലമതിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. സന്യാസിമാർ ലോകത്തിന്റെ മുഴുവൻ ഗുരുക്കന്മാരാണ്. പുണ്യസമ്പർക്കം ലഭിക്കുമ്പോൾ മാത്രമേ മുൻ ജന്മങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ ക്ഷയിക്കുകയുള്ളൂ. നാരദൻ പറയുന്നു, അല്ലയോ മഹാവിഷ്ണുവിന്റെ അനിഷേധനായ ഭക്തനെ, ഭഗവാന്റെ ഭക്തരുടെ പ്രവർത്തനങ്ങളും ഭാവങ്ങളും ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരൂ. സനത് കുമാരൻ പറഞ്ഞു, പ്രളയകാലത്ത് ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ മഹാവിഷ്ണു ഒരു ആലിലയിൽ ഉറങ്ങുകയായിരുന്നു. ആ രംഗം ഭഗവാന്റെ പരമഭക്തനായ മാർക്കണ്ഡേയനെ വിസ്മയിപ്പിച്ചിരുന്നു. മുനിമാരപ്പോൾ ചോദിച്ചു, ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ മാർക്കണ്ഡേയൻ എങ്ങനെ രക്ഷപ്പെട്ടു സുതാജി? ദയവ് ചെയ്ത് ഞങ്ങളുടെ സംശയം ദൂരീകരിക്കൂ. അപ്പോൾ സുതൻ ആ അപ്രിയ സത്യം വെളിപ്പെടുത്തി. മഹാഋഷിമാരെ, ആദ്യം നമുക്ക് മാർക്കണ്ഡേയന്റെ കഥ തന്നെ പറയാം. ശ്രദ്ധയോടെ കേൾക്കുക. പണ്ട് ഭാരതമെന്ന പുണ്യഭൂമിയിൽ ഭാഗ്യവാനായ ഒരു മുനി ജീവിച്ചിരുന്നു. മുനി മൃഗണ്ടു എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശാലിഗ്രാമിൽ അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു. ആ തപസ് ഇന്ദ്രനെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അതിനാൽ മറ്റു ദേവന്മാരോടൊപ്പം ക്ഷീരസാഗരത്തിൽ ശേഷനാഗത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിനെ അവർ സമീപിച്ചു. മൃഗണ്ടുവിന്റെ പ്രഭയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ദേവന്മാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച ഭഗവാൻ വിഷ്ണു ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ വഹിച്ച 4 ഭുജങ്ങളോടുകൂടി അവർക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. കോടി സൂര്യന്മാരുടെ പ്രഭയെ വെല്ലാൻ അദ്ദേഹത്തിന്റെ തേജസ് മാത്രം മതിയായിരുന്നു. ആ തേജസ് ഭഗവാന്റെ കാൽക്കൽ പ്രണമിച്ച ദേവന്മാർക്ക് അത്യധികം സന്തോഷം നൽകി. ഭഗവാൻ പറയുന്നു, ദേവന്മാരെ എഴുന്നേൽക്കൂ, നിങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ജ്ഞാനമുണ്ട്. എന്നാൽ മഹർഷി മൃഗണ്ടു യഥാർത്ഥത്തിൽ മാന്യനായതിനാൽ നിങ്ങളുടെ ആശങ്കകൾ അർത്ഥശൂന്യമാണ്. അദ്ദേഹം നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പോകുന്നില്ല. അത്തരമൊരു സാഹചര്യം വന്നാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ എപ്പോഴും തയ്യാറാണ്.
അങ്ങനെ സമാശ്വസിപ്പിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാന്റെ വചനങ്ങളെ വിശ്വസിച്ച് ദേവന്മാർ അവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി. മറുവശത്ത് മൃഗണ്ടുവിന്റെ തപസ്സിനാൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മൃഗണ്ടു കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ ദർശിച്ചു. ഭഗവാന്റെ ചതുർഭുജങ്ങളും തേജസ്സും കാർവർണ്ണവും നിറഞ്ഞ രൂപത്തിന്റെ ദർശനം മൃഗണ്ടുവിൽ വലിയ ആനന്ദം സൃഷ്ടിച്ചു. അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. കരഞ്ഞു നിറഞ്ഞ മിഴികളോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ മൃഗണ്ടുവിനോട് ഒരു വരം ചോദിക്കുവാൻ അനുവാദം നൽകി. എന്നാൽ ഈ ദർശനം കൊണ്ട് തന്നെ തനിക്ക് മോക്ഷം ലഭിച്ചുവെന്ന് പറഞ്ഞ് മൃഗണ്ടുവ വാഗ്ദാനം നിരസിച്ചു. എന്നിട്ടും തന്റെ രൂപം ഒരിക്കലും വ്യർത്ഥമാകില്ലെന്ന് രക്ഷകൻ പറഞ്ഞു. അതിനാൽ ഞാൻ ഒരിക്കൽ ദീർഘായുസുള്ള നിങ്ങളുടെ പുത്രനായി പിറക്കും. ഈ വരം നൽകി ഭഗവാൻ അപ്രത്യക്ഷനായി. മാർക്കണ്ഡേയ മുനിയുടെ കഥ നാരദൻ പറയുന്നു. അല്ലയോ മഹർഷേ, എന്തുകൊണ്ടാണ് മഹാവിഷ്ണു മൃഗണ്ടുവിന്റെ പുത്രനായി അവതരിച്ചത്? അദ്ദേഹത്തിന്റെ പുത്രനായി എന്താണ് ചെയ്തത്? പുരാണങ്ങൾ പറയുന്നതിന് പ്രകാരം പ്രളയാനന്തരം മാർക്കണ്ഡേയൻ മഹാവിഷ്ണുവിന്റെ മായാദർശനം നേരിട്ട് കണ്ടുവെന്നാണല്ലോ. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ കൂടി അങ്ങ് വിശദമായി വിവരിക്കുക. സനത് കുമാരൻ പറയുവാൻ തുടങ്ങി. കേൾക്കുക ദേവർഷേ. കഠിനമായ തപസ് അനുഷ്ഠിച്ച ശേഷം മൃഗണ്ട് മഹർഷി വിവാഹിതനാവുകയും ഒരുപോലെ സദ്ഗുണമുള്ളവളും കളങ്കമില്ലാത്തവളുമായ ഒരു പത്നിയെ പ്രാപിക്കുകയും ചെയ്തു. വിവാഹാനന്തരം 10-ാം മാസത്തിൽ തന്നെ അവൾ അതീവ സുന്ദരനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി. യഥാർത്ഥത്തിൽ കുഞ്ഞ് ഭഗവാന്റെ തേജസ് ഉൾക്കൊണ്ടിരുന്നു. മൃഗണ്ടു കുഞ്ഞിന് ജനനാനന്തരം ആവശ്യമായ എല്ലാ ചടങ്ങുകളും പ്രതിഷ്ഠകളും സസന്തുഷ്ടം നടത്തി. 5-ാം വയസ്സിൽ നൂൽച്ചടങ്ങ് നടത്തി അവനെ വേദങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. മാർക്കണ്ഡേയൻ എന്ന് നാമം ചൂട്ടിയ മകനിൽ വിദ്യാഭ്യാസം എല്ലാ പുണ്യഗുണങ്ങളും വളർത്തി. വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ മാർക്കണ്ഡേയ മുനിയും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ് തുടങ്ങി. അദ്ദേഹത്തിന്റെ തപസ്സിനാൽ സംപ്രീതനായ മഹാവിഷ്ണു പുരാണ സംഹിത സൃഷ്ടിക്കുവാനുള്ള വരം നൽകി അനുഗ്രഹിച്ചു. ഇതിനാലാണ് മാർക്കണ്ഡേയ മുനി നാരായണൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഹേ ബ്രാഹ്മണരെ, മഹാവിഷ്ണു മാർക്കണ്ഡേയനെ പ്രളയ സമയത്ത് ഉന്മൂലനം ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ ബ്രഹ്മാത്മകത കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഈ കൃപ മൂലമാണ് മാർക്കണ്ഡേയൻ പ്രളയത്തെ അതിജീവിക്കുകയും ആ സമയത്ത് ആലിലയിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്തത്. ഭഗവാൻ ഉറങ്ങുന്നിടത്തോളം കാലം മാർക്കണ്ഡേയൻ ആ ഇലയിൽ പൊങ്ങിക്കിടന്നു. ഭഗവാന്റെ രാത്രി നീണ്ടുനിന്ന കാലമത്രയും മാർക്കണ്ഡേയൻ ആ കനം കുറഞ്ഞ ഇലയിൽ തങ്ങി. രാത്രിയുടെ അവസാനത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടന്നിരുന്ന പ്രളയം പിൻവാങ്ങുകയും നീണ്ട ഉറക്കത്തിൽ നിന്ന് ഭഗവാൻ ഉണർന്നപ്പോൾ അദ്ദേഹം വീണ്ടും സൃഷ്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം ഇറങ്ങുന്നതും പുതിയ സൃഷ്ടി നടക്കുന്നതും മാർക്കണ്ഡേയനെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായിരുന്നു. കൈകൾ കൂപ്പി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിൽ പോലും തൻ്റെ ഭക്തരെ താൻ എപ്പോഴും സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയൻ ഭഗവാന്റെ യഥാർത്ഥ ഭക്തരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ചു. അവരുടെ ജനന കാരണങ്ങൾ അറിയുവാനുള്ള ആകാംക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, അല്ലയോ ഋഷിമാരിൽ മഹാനെ, മറ്റുള്ളവരുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാത്തവരും അസൂയ ഇല്ലാത്തവരുമാണ് ഏറ്റവും വലിയ ഭക്തർ. പക്ഷപാതരഹിതമായ വീക്ഷണമുള്ളവരാണ് ഭക്തരിൽ ഏറ്റവും മികച്ചത്. മനുഷ്യർ, പശുക്കൾ, ബ്രാഹ്മണർ, സസ്യജാലങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകുകയും ചെയ്യുന്നവർ, തുളസിത്തോട്ടത്തെ വന്ദിക്കുകയും ശിവന് പ്രിയമുള്ളവരും നെറ്റിയിൽ ത്രിപുണ്ഡം ചാർത്തുന്നവരും തെക്ക് ദർശനമായി യാഗങ്ങൾ നടത്തി ആരാധിക്കുന്നവരും മികച്ച ഭക്തരാണ്. എല്ലായ്പ്പോഴും വെള്ളവും ധാന്യങ്ങളും പശുക്കളെയും പെൺമക്കളെയും ദാനം ചെയ്യുന്നവർ എല്ലാ ഭക്തന്മാരിലും ശ്രേഷ്ഠരാണ്. ഹേ മഹാജ്ഞാനി, ഒരു യഥാർത്ഥ ഭക്തന്റെ ചില പ്രത്യേകതകളാണിവ. ഈ സ്വഭാവവിശേഷങ്ങൾ കാത്തുസൂക്ഷിക്കുക. അവസാനം താങ്കളും മോക്ഷം പ്രാപിക്കും. അങ്ങനെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനായി. മാർക്കണ്ഡേയൻ പിന്നീട് ഭക്തി നിർഭരമായ ജീവിതം നയിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും അവസാനം അദ്ദേഹം ഭഗവാന്റെ പരമമായ വാസസ്ഥലം നേടുകയും ചെയ്തു. ഗംഗയുടെ മഹത്വത്തെക്കുറിച്ചും സുതൻ പറയുന്നുണ്ട്. മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെ മഹത്തായ വിവരണം നാരദന് അത്യധികം സന്തോഷമുണ്ടാക്കി. നാരദൻ പറയുന്നു, അല്ലയോ സനത് മഹർഷേ, ഇപ്പോൾ ദയയോടെ എന്നോട് പറയൂ, ഗംഗ ഏറ്റവും പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളെക്കാൾ വിശുദ്ധമാണ്. ഹേ നാരദരെ, ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനം മറ്റേതൊരു തീർത്ഥാടന സ്ഥലത്തേക്കാളും വിശുദ്ധമാണ്. അങ്ങേയറ്റം പവിത്രവും പുണ്യവതിയുമായ ഗംഗ ഉത്ഭവിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്നുമാണ്. മറുവശത്ത് യമുന സൂര്യദേവന്റെ മകളാണ്. ഗംഗാ സ്മരണ പോലും മതി എല്ലാ പാപങ്ങളും നീക്കി ഒരുവനെ ശാന്തനാക്കുവാൻ. ഗംഗയും യമുനയും സംഗമിക്കുന്ന ഈ സ്ഥലം ലോകത്തിന് പ്രയാഗ് എന്നറിയപ്പെടുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ഒരു യാഗത്തിൽ ആവാഹിച്ച സ്ഥലമാണിത്. അതിനുശേഷം അസംഖ്യം മുനിമാർ ബ്രഹ്മാവിനെ പിന്തുടരുകയും അവിടെ വിവിധ തരം യാഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രയാഗിൽ നിന്ന് 100 മൈൽ അകലെ പോലും ഗംഗയുടെ നാമം ജപിക്കുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഗംഗാതീരത്തെ മണൽ നെറ്റിയിൽ പുരട്ടുന്നത് ഒരു തരത്തിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ചന്ദ്രനെ തലയിൽ വഹിക്കുന്നത് പോലെയാണ്. ഗംഗയെ സ്മരിക്കുന്നവർക്ക് എല്ലാ പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടനം നടത്തുന്നതിൻ്റെ പ്രയോജനം ലഭിക്കും.
മറ്റു തീർത്ഥാടന സ്ഥലങ്ങളിൽ വാരാണസിക്ക് പ്രയാഗിന് തുല്യമായ പ്രാധാന്യമുണ്ട്. ഹേ ബ്രാഹ്മണ, ലോകത്തിൻ്റെ മുഴുവൻ മാതാവാണ് ഗംഗ. അവളുടെ പവിത്രമായ ജലസ്പർശം സാഗരന്റെ 60,000 പുത്രന്മാരെ രക്ഷിച്ചു. ഗംഗയുടെ മഹത്വം ആർക്കും വിവരിക്കാനാവില്ല. ബാഹുരാജാവിൻ്റെ വിധിയെക്കുറിച്ചും നാരദൻ പറയുന്നുണ്ട്. സാഗരവംശത്തിലെ പ്രേതഭവനത്തിൽ നിന്ന് മോക്ഷം പ്രാപിച്ച മഹാമുനിയായ സാഗരൻ ആരായിരുന്നു? ദയവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഥയും എന്നോട് പറഞ്ഞു തരിക. സനത്കുമാരൻ പറഞ്ഞു തുടങ്ങി. പണ്ട് സൂര്യവംശത്തിൽ ബാഹു എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അത്യധികം മതഭക്തനായിരുന്നതോടൊപ്പം തൻ്റെ പ്രജകളെ സ്വന്തം സന്തതികളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തോടും നീതിബോധത്തോടും കൂടി ഭരിച്ചിരുന്നതിനാൽ രാജ്യത്തെ എല്ലാവരും സന്തുഷ്ടരായിരുന്നു. എന്നാൽ വിധി രാജാവിനു വേണ്ടി മറ്റൊരു കളി കളിച്ചു. കാലം ചെല്ലുന്തോറും ബാഹുവിൻ്റെ മനസ്സിൽ അസൂയ, അഹങ്കാരം തുടങ്ങിയ തിന്മകൾ ഉയർന്നു തുടങ്ങി. മറ്റാരും എന്നെപ്പോലെ മതവിശ്വാസികൾ അല്ലെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഈ തിന്മകൾ രാജാവിനെ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ചായുവാൻ കാരണമാക്കി. ഹേ നാരദ, അബോധ മനസ്സാണ് നാശത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. എല്ലാവരും എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൻ്റെ പാതി പകുത്തുകൊടുത്ത വ്യക്തി പോലും അത്തരമൊരു വ്യക്തിക്കെതിരെ ശത്രുത വളർത്താൻ തുടങ്ങുന്നു. അതിനാൽ തന്നെ ബാഹുരാജാവിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു. പല അയൽ രാജാക്കന്മാരും ചേർന്ന് ബാഹുവിൻ്റെ രാജ്യത്തിന് നേരെ വൻ ആക്രമണം നടത്തുകയും 1 മാസത്തെ കഠിനമായ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പരാജയത്തിന് ശേഷം ബാഹുരാജാവ് തൻ്റെ രാജ്യം വിട്ട് സ്വന്തം രാജ്ഞിമാരോടൊപ്പം അലഞ്ഞു നടക്കാൻ തുടങ്ങി. അവസാനം ഒരു വലിയ തടാകക്കരയിൽ താമസിക്കാൻ അവർ നിശ്ചയിച്ചു. നാട്ടുകാരും താഴ്ന്ന വംശജരും പോലും രാജാവ് അടുക്കൽ വരുന്നത് കണ്ട് ഓടിയൊളിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് പോലും അദ്ദേഹത്തോടുള്ള സഹതാപം നഷ്ടപ്പെട്ടു. ഇപ്പോൾ രാജാവിൻ്റെ ജീവിതം മരണത്തേക്കാൾ ദയനീയമായിരുന്നു. അതിനാൽ തന്നെ തൻ്റെ അവസ്ഥയിൽ പശ്ചാത്തപിച്ച് ഔർവ മുനിയുടെ സാന്നിധ്യത്തിൽ തൻ്റെ മരണം കണ്ടു. ആ സമയത്ത് ബാഹുവിൻ്റെ ഇളയ രാജ്ഞി ഒരു പ്രതിസന്ധി നേരിട്ടു. ഭർത്താവിൻ്റെ മരണാനന്തരം അവൾ സതി അനുഷ്ഠിക്കുവാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഔർവ മുനി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവ് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പ്രശസ്തി പിറക്കാൻ പോകുന്ന മകൻ ഉണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തി. അതുകൂടാതെ ഗർഭസ്ഥ ശിശുവിനെ ഹനിക്കുന്നതിലും നികൃഷ്ടമായ പ്രവൃത്തി മറ്റൊന്നിനുമില്ലെന്നും അവളെ ഉദ്ബോധിപ്പിച്ചു. ഔർവമുനി തൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാരവും മറ്റു ആചാരങ്ങളും നടത്താൻ രാജ്ഞിയെ നയിച്ചു. അന്നു മുതൽ ബാഹുവിൻ്റെ 2 പത്നിമാരും ഔർവമുനിയുടെ ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി. മഴക്കാലത്തിൻ്റെ പകുതി കഴിഞ്ഞതോടെ മൂത്ത രാജ്ഞി ഇളയവളോട് തിന്മ വളർത്താൻ തുടങ്ങി. അതിനാൽ അവൾ വഞ്ചനാപരമായി ഇളയരാജ്ഞിക്ക് വിഷം കഴിക്കാൻ കൊടുത്തു. എന്നാൽ ഔർവമുനിയെ സേവിച്ചുകൊണ്ട് അവൾ നേടിയ പുണ്യങ്ങൾ കാരണം അവളെയോ അവളുടെ ഗർഭസ്ഥ ശിശുവിനെയോ യാതൊരു വിധത്തിലും ബാധിച്ചില്ല. 3 മാസത്തിനു ശേഷം അവർ ഒരു പുത്രന് ജന്മം നൽകി. മുനി ഔർവൻ കുട്ടിയുടെ ജനനാനന്തര ആചാരങ്ങളും സമർപ്പണങ്ങളും നിർവഹിച്ചു. വിഷബാധയേറ്റ് പിറന്നതിനാൽ സാഗരൻ എന്ന് പേരിട്ടു. ഔർവന്റെ ആശ്രമത്തിൽ സാഗരൻ വളരാൻ തുടങ്ങി. സന്യാസി അവനെ ആയോധന കലകൾ പഠിപ്പിച്ചു. ഒരു ദിവസം സാഗരൻ കൗതുകത്താൽ അമ്മയോട് പിതാവിനെക്കുറിച്ച് അന്വേഷിച്ചു. തൻ്റെ ഭർത്താവ് ബാഹുരാജാവിന് സംഭവിച്ച വിധിയുടെ വിപരീതങ്ങൾ മുഴുവൻ അമ്മ അവനോട് വിശദീകരിക്കുന്നു. സ്വന്തം പിതാവിനെ ദുരിതത്തിലാക്കിയ സർവരെയും നശിപ്പിക്കുമെന്നവൻ അന്നേരത്ത് പ്രതിജ്ഞയെടുത്തു. തൻ്റെ ഗുരുവായ ഔർവനെ പ്രദക്ഷിണം ചെയ്ത് അമ്മയുടെ അനുവാദം വാങ്ങി ഉടനെ തന്നെ സാഗരൻ ആ ദൗത്യം ഏറ്റെടുത്തു. വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലായിരുന്നു അവൻ്റെ ആദ്യവാസം. സാഗരൻ തൻ്റെ ലക്ഷ്യം മുഴുവൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. വസിഷ്ഠ മഹർഷി നിരവധി ദിവ്യായുധങ്ങൾ സമ്മാനിക്കുകയും വിജയത്തിനായി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അനേകം ദിവ്യായുധങ്ങളും അമ്മയുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങളാൽ സായുധനായ സാഗരൻ തൻ്റെ പിതാവിൻ്റെ ഏറ്റവും ശക്തരായ ശത്രുക്കളെപ്പോലും ഞൊടിയിടയിൽ പരാജയപ്പെടുത്തി. മുഴുവൻ ഭൂമിയിലും തൻ്റെ ഭരണം വ്യാപിപ്പിച്ചു. പരാജയപ്പെട്ട രാജാക്കന്മാർ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ ഭയരഹിതരായിരിക്കുവാൻ അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു. മറുവശത്ത് ചാരന്മാർ ഈ സംഭവ വികാസത്തെക്കുറിച്ച് സാഗര രാജാവിനെ അറിയിച്ചു. ആ നീചന്മാരെ ഉന്മൂലനം ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെ സാഗരൻ ഉടൻ തന്നെ വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ അതിനിടയിൽ വസിഷ്ഠമുനി എല്ലാ രാജാക്കന്മാരെയും ക്ഷൗരം ചെയ്തു. അതിനാൽ തൻ്റെ ശത്രുനിര മരിച്ചുവെന്ന് കരുതി പരിഹാസേണ സാഗരൻ വസിഷ്ഠമുനിയോട് പറഞ്ഞു, ഹേ മഹർഷേ, എന്തിനാണ് അങ്ങ് ഈ സ്വഭാവ സ്ഥിരതയില്ലാത്ത ജീവികളെ സംരക്ഷിക്കുന്നത്? ഞാൻ അവരുടെ ജീവനോട് ദയ കാണിക്കില്ല. വസിഷ്ഠൻ അതിന് മറുപടി പറഞ്ഞു, അല്ലയോ പുത്ര, നീ മഹാനാണ്. ഇപ്പോൾ നിന്റെ പ്രയോജനത്തിനായി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ഇതിനകം തന്നെ നിന്റെ ശത്രുക്കളെ നിഗ്രഹിച്ചു കഴിഞ്ഞു. ഇനിയും അവരെ വധിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും ലഭിക്കാനില്ല. രാജാവേ, ഈ ഭൗതിക ശരീരം എല്ലാ പാപങ്ങളുടെയും മൂല കാരണമാണ്. ഭൗതിക ശരീരത്തെ കൊല്ലുന്ന ജനപ്രീതി നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനാൽ അവരെ കൊല്ലുന്നതിന് മുൻപ് ഇക്കാര്യം അല്പം ചിന്തിക്കുക. വസിഷ്ഠ മുനിയുടെ വാക്കുകൾ സാഗരന്റെ കോപം ശമിപ്പിച്ചു. തുടർന്ന് വസിഷ്ഠ മഹർഷി സാഗരന്റെ പട്ടാഭിഷേകം നടത്തി. സാഗര രാജാവിന് കേശിനി, സുമതി എന്നിങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. വിദർഭ രാജാവായ കശ്യപന്റെ പുത്രിമാരായിരുന്നു ഇരുവരും.
സാഗരന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഔറു മഹർഷി കൊട്ടാരം സന്ദർശിച്ച് അദ്ദേഹത്തെ ആശംസിച്ച ശേഷം മടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പുത്ര സൗഭാഗ്യമില്ലാതിരുന്ന 2 രാജ്ഞികളും രഹസ്യമായി ഔറു മഹർഷിയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി. ആൺമക്കളുണ്ടാവുന്നതിന് ഭാഗ്യം വരുത്തുന്ന രത്നം അവർ സ്വീകരിച്ചു. അല്പനേരം ധ്യാന നിരതനായിരുന്നതിന് ശേഷം ഔറു മഹർഷി പറഞ്ഞു, ഹേ ഭാഗ്യവതികളെ, നിങ്ങളിൽ ഒരാൾക്ക് ഭാവിയിലും തൻ്റെ സന്തതി പരമ്പരകളെ നിലനിർത്താൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കും. മറ്റൊരാൾക്ക് 60,000 പ്രഗത്ഭരായ പുത്രന്മാരെയും ലഭ്യമാകും. അവരവരുടെ തെരഞ്ഞെടുപ്പിന്റെ അനുഗ്രഹം നേടാനും മുനി അവരെ ഉപദേശിച്ചു. കാലക്രമേണ കേശിനി ഒരു പുത്രനെ പ്രസവിച്ചു. ആ പുത്രനായ അസമഞ്ജൻ ഒരു വിചിത്ര വ്യക്തിയായി വളർന്നു. സുമതി ഒരു ഫലത്തെ പ്രസവിച്ചതിലൂടെ 60,000 പുത്രന്മാർക്ക് ജന്മം നൽകി. അവർ തുടക്കത്തിൽ വളരെ അനുസരണയുള്ളവരായിരുന്നു. എന്നാൽ അസമഞ്ജനെ പിന്തുടർന്ന് അവരും വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അസമഞ്ജന് ഒരു പുത്രനുണ്ടായിരുന്നു, അൻഷുമാൻ. അൻഷുമാൻ തൻ്റെ മുത്തച്ഛനോട് വളരെ അനുസരണയുള്ളവനായിരുന്നു. സാഗരന്റെ 60,000 പുത്രന്മാർ പെട്ടെന്ന് തന്നെ 3 ലോകങ്ങളെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ക്രൂരതകളിൽ നിന്ന് ആശയക്കുഴപ്പത്തിലായ ഇന്ദ്രൻ കപിലമുനിയോട് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടിത്തരണമെന്ന് അപേക്ഷിച്ചു. കപിലമുനിയുടെ പ്രചോദനത്താൽ സാഗരൻ ഒരു അശ്വമേധയാഗം സംഘടിപ്പിച്ചു. ഇന്ദ്രൻ യാഗത്തിലെ കുതിരയെ തട്ടിക്കൊണ്ടുപോയി കപിലമുനിയുടെ ആശ്രമത്തിൽ ബന്ധിച്ചു. 60,000 രാജകുമാരന്മാരും കുതിരയെ അന്വേഷിച്ച് കപിലാശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെ കുതിരയെ കണ്ടെത്തിയതിനെ തുടർന്ന് മുനിയെ അവർ അധിക്ഷേപിക്കുവാൻ തുടങ്ങി. അതിൽ പ്രകോപിതനായ കപിലൻ ഉടൻ തന്നെ തന്റെ ശാപത്താൽ സാഗരപുത്രന്മാരെ ദഹിപ്പിച്ചു. സാഗര രാജാവ് തന്റെ 60,000 പുത്രന്മാരെ അന്വേഷിച്ച് അൻഷുമാനെ പറഞ്ഞയച്ച് അശ്വമേധ കുതിരയെ വീണ്ടെടുത്തു. അൻഷുമാന്റെ ചെറുമകനായ ഭഗീരഥൻ തന്റെ പൂർവികരെ രക്ഷിക്കാൻ ഗംഗയെ പ്രീതിപ്പെടുത്തുമെന്ന് അൻഷുമാന് മഹർഷി കപിലൻ ഉറപ്പു നൽകി. അപ്പോൾ നാരദൻ സനാതന കുമാരനോട് ചോദിച്ചു, അല്ലയോ സഹോദര, എന്തിനാണ് വസിഷ്ഠമുനി സൗദാസനെ ശപിച്ചത്? ഗംഗാജലത്തിന്റെ ഗുണത്താൽ ഈ ശാപത്തിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കരകയറി? സനത് കുമാരൻ മറുപടി പറഞ്ഞു, ഹേ നാരദ, സൗദാസൻ ഒരു സദ്ഗുണ സമ്പന്നനായ രാജാവായിരുന്നു. അദ്ദേഹം തന്റെ പ്രജകളെ മതപരമായി ഭരിച്ചു. കൂടാതെ വേട്ടയാടുന്നതിൽ വലിയ തൽപരനുമായിരുന്നു അദ്ദേഹം. സൗദാസൻ ഒരിക്കൽ കാട്ടിലേക്ക് വേട്ടയ്ക്കായി പോയി. പകൽ മുഴുവൻ ആ വിനോദം തുടർന്നു. വൈകുന്നേരത്തോടെ ഗോദാവരി തീരത്തെത്തി അവിടെ രാത്രി ചിലവഴിക്കുവാൻ തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെയും വേട്ടയാടലിൽ മുഴുകി. അതിനിടെയാണ് അദ്ദേഹം ഒരു മാനിനെ കാണാനിടയായത്. അതിനെ തുരത്തുവാൻ തുടങ്ങി. മാനിനെ പിന്തുടർന്ന് അവർ വനമധ്യേ എത്തിച്ചേർന്നു. അവിടെ ഒരു ജോഡി കടുവകൾ ഇണചേരുന്നത് അദ്ദേഹം കാണാനിടയായി. അമ്പെയ്ത്ത് വിദഗ്ധനായ സൗദാസൻ ഒറ്റയടിക്ക് ഒരു കടുവയെ കൊന്നു. കടുവ മരിച്ചയുടനെ ഇണക്കടുവ ഒരു ഭീകരമായ ആക്രമണത്തിന് മുതിർന്നു. തൻ്റെ പങ്കാളി കടുവയുടെ കൊലപാതകം അതിനെ പ്രകോപിപ്പിച്ചു. യഥാർത്ഥത്തിൽ വേഷം മാറി ഉല്ലസിക്കുകയായിരുന്ന രാക്ഷസ ഇണകളായിരുന്ന കടുവകൾ തൻ്റെ ഇണയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ആ ഭയങ്കര അസുരൻ തീരുമാനിച്ചു. കൺമുന്നിലെ ഈ കാഴ്ചകൾ രാജാവിനെ ശരിക്കും ഭയപ്പെടുത്തുന്നു. അദ്ദേഹം മന്ത്രിമാരുമായി തിടുക്കത്തിൽ ചർച്ച നടത്തി. വേട്ടയാടൽ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ അവർ ഏകകണ്ഠമായി തീരുമാനിച്ചു. വളരെ കാലം കഴിഞ്ഞ് സൗദാസ രാജാവ് വസിഷ്ഠമുനിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അശ്വമേധയാഗം സംഘടിപ്പിച്ചു. യാഗം പൂർത്തിയായപ്പോൾ വസിഷ്ഠമുനി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി സ്നാനം ചെയ്യുവാൻ പോയി. അതിനിടെ ഇണ നഷ്ടപ്പെട്ട രാക്ഷസൻ വസിഷ്ഠന്റെ വേഷത്തിൽ വന്ന് മാംസം കഴിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നെ പാചകക്കാരന്റെ വേഷത്തിൽ രാക്ഷസൻ മനുഷ്യമാംസം പാകം ചെയ്ത് സ്വർണ്ണപാത്രത്തിൽ വിളമ്പി. ഋഷി സ്നാനം കഴിഞ്ഞെത്തിയപ്പോൾ സൗദാസൻ മനുഷ്യമാംസം കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ അദ്ദേഹത്തിന് നൽകി. അതിൽ എന്തോ ദുരൂഹത തോന്നിയ വസിഷ്ഠന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു. രോഷാകുലനായ അദ്ദേഹം രാജാവിനെ നരഭോജിയായ അസുരനാകുവാൻ ശപിച്ചു. രാജാവ് തൻ്റെ അജ്ഞത പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ തന്നെയാണ് മാംസം കഴിക്കുവാനുള്ള ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചത്. ഉടൻ തന്നെ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ മുനിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ ഉണരുവാനായി. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് വസിഷ്ഠൻ മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും രാജാവ് പ്രതികാരമായി മുനിയെ തിരിച്ചും ശപിക്കാനൊരുങ്ങി. എന്നാൽ വിവേകിയായ പത്നി മടയന്തി അദ്ദേഹത്തെ തടയുന്നു. അങ്ങനെ രാജ്ഞിയുടെ അനുനയിപ്പിക്കലിൻ പ്രകാരം സൗദാസന്റെ കോപം ശമിച്ചു. എന്നാൽ ശപിക്കാനൊരുങ്ങി അദ്ദേഹം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്ത വെള്ളം വലിയൊരു ബാധ്യതയായി മാറി. അതിനാൽ അത് എവിടെ ഉപേക്ഷിക്കണമെന്ന ഒരു പ്രശ്നം ഉടലെടുത്തു. കാരണം ആ ജലം പതിക്കുന്നിടം കത്തിച്ചാമ്പലാവുമെന്നത് ഉറപ്പാണ്. അല്പം ചിന്തിച്ച ശേഷം രാജാവ് ആ ജലം സ്വന്തം കാലിൽ തന്നെ ഒഴിച്ചു. അതവിടെ കത്തിച്ച് കരിച്ചു കളഞ്ഞു. അന്നു മുതൽ സൗദാസൻ കൽമാഷപാദൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ഉടൻ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ഖേദിക്കേണ്ടതില്ല, നിങ്ങളുടെ ദുരിതങ്ങൾ ഉടൻ അവസാനിക്കും. ഗംഗാജലത്തിൻ്റെ ഗുണത്താൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ തേജസ് വീണ്ടെടുക്കും. അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസിഷ്ഠമുനി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. രാജാവിൻ്റെ ശരീരം മുഴുവൻ കറുത്തു.
അന്നു മുതൽ അവൻ ഒരു വന്യമൃഗത്തെപ്പോലെ വനങ്ങളിൽ വിഹരിക്കാൻ തുടങ്ങി. അവിടെ അദ്ദേഹം കണ്ടതെല്ലാം തിന്നു. മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെയും വരെ ഭക്ഷിച്ചു. 6 മാസത്തിനുള്ളിൽ 100 യോജന വിസ്തൃതിയുള്ള വനത്തിലെ എല്ലാ മൃഗങ്ങളെയും അദ്ദേഹം വിഴുങ്ങി ഭക്ഷണമാക്കി. പിന്നീട് കാട്ടിലെ മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറി. ഒരു ദിവസം രാക്ഷസന്റെ വേഷത്തിൽ സൗദാസൻ നർമ്മദയുടെ തീരത്തുള്ള ഒരു വനത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. അവിടെ ജഡിക സംയോഗത്തിൽ ഏർപ്പെട്ടിരുന്ന മുനി ദമ്പതികളെ അദ്ദേഹം കണ്ടു. സൗദാസൻ ഉടനെ തന്നെ മുനിയെ പിടികൂടി വിഴുങ്ങുവാൻ തുടങ്ങി. തന്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന് മുനിയുടെ പത്നി അഭ്യർത്ഥിച്ചുവെങ്കിലും അവളുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ മുനിയെ വിഴുങ്ങി. വേദനയാലും കോപത്താലും ബ്രാഹ്മണി സൗദാസനെ ശപിച്ചു. അവൻ ഒരു സ്ത്രീയുമായി സഹവസിക്കാൻ ശ്രമിച്ചാൽ മരിക്കുമെന്നും അവൻ എപ്പോഴും ഒരു രാക്ഷസനായി തുടരുമെന്നും ശപിച്ചു. ക്ഷുഭിതനായ സൗദാസൻ പ്രതികാരമായി അവരെയും തിരിച്ച് ശപിക്കുന്നു. അയ്യോ ദുഷ്ടേ, ഒരു ശാപം കൊണ്ട് മതിയായില്ലേ നിനക്ക്? എന്തിനാണ് നീ 2 ശാപങ്ങൾ ചൊരിഞ്ഞത്? അതിനാൽ നീ പിശാചായി തീരട്ടെ. ബ്രാഹ്മണി പെട്ടെന്ന് പിശാചിനിയായി മാറി. പിന്നീട് ഇരുവരും കാട്ടിൽ സംയുക്തമായി അലയുവാൻ തുടങ്ങി. ഇരുവരും സഞ്ചരിച്ച് ഒരു ദിവസം അവർ മറ്റൊരു രാക്ഷസൻ താമസിക്കുന്ന കാടിന്റെ ഭാഗത്തെത്തുന്നു. സ്വന്തം ഗുരുവിനെ അനുസരിക്കാതിരുന്നതിനാൽ ആ രാക്ഷസനും ഭീമാകാരമായ രൂപം നേടിയ വ്യക്തിത്വമായിരുന്നു. അവരെ കണ്ട രാക്ഷസൻ അവർ കാട്ടിലേക്ക് വന്നതിൻ്റെ കാരണങ്ങൾ ആരാഞ്ഞു. അവർ അവരുടെ തിക്താനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു. സൗദാസൻ ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ ആരാണ്? നിങ്ങൾ എന്ത് പാപമാണ് പ്രവർത്തിച്ചതെന്ന് എന്നോട് പറയുവിൻ. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. രാക്ഷസൻ മറുപടി പറഞ്ഞു, ഈ രൂപം ലഭിക്കുന്നതിന് മുൻപ് ഞാനൊരു ബ്രാഹ്മണനായിരുന്നു. എനിക്ക് എല്ലാ വേദങ്ങളിലും അവഗാഹമുണ്ടായിരുന്നു. ഞാൻ മഗധയിലാണ് വസിച്ചിരുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ അറിവിലും യൗവനത്തിൻ്റെ തിളപ്പിലും അന്ധനായി ഞാൻ എൻ്റെ ഗുരുവിനെ അപമാനിച്ചു. അതാണ് എനിക്ക് ശിക്ഷ ലഭിക്കുവാനുള്ള കാരണം. അന്നു മുതൽ രാക്ഷസന്റെ രൂപം വഹിച്ച് മാംസം മാത്രം ഭക്ഷിക്കുന്നു. ഇതുവരെ എത്രയെത്ര ബ്രാഹ്മണരെ പിടിച്ചു വിഴുങ്ങിയെന്ന് എനിക്കറിയില്ല. എന്നിട്ടും എൻ്റെ വിശപ്പ് ശമിപ്പിക്കാൻ കഴിയുന്നില്ല. ഹേ ഭാഗ്യവാന്മാരെ, അതിനാൽ ഗുരുനാഥനെ ഒരിക്കലും അപമാനിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു. അപ്പോൾ സൗദാസൻ ചോദിച്ചു, എന്താണ് ഗുരു? ആരാണ് നിങ്ങളുടെ ഗുരു? രാക്ഷസൻ പറഞ്ഞു, ഹേ സഹോദര, ഗുരുനാഥൻ പല തരത്തിലുണ്ട്. ഞാൻ പ്രതിപാദിക്കുന്നത് ഏറ്റവും ആദരണീയരായ വ്യക്തികളെക്കുറിച്ചാണ്. വേദാധ്യാപകർ, മന്ത്രങ്ങൾ പ്രഘോഷിക്കുന്നവർ, സംശയ നിവാരണക്കാർ, സംരക്ഷകർ, ഭാര്യയുടെ പിതാവ്, ജ്യേഷ്ഠൻ, അമ്മയുടെ സഹോദരൻ, കുടുംബ പുരോഹിതൻ, സ്വന്തം മാതാവും പിതാവും ഉൾപ്പെടെ എല്ലാവരും ഗുരുവിഭാഗത്തിൽപ്പെടുന്നു. ഗംഗാതീരത്ത് താമസിക്കുമ്പോൾ ഗൗതമമുനിയിൽ നിന്ന് എല്ലാ മതങ്ങളെക്കുറിച്ചും എനിക്ക് പ്രഭാഷണങ്ങൾ ലഭിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ ശിവനെ ആരാധിക്കാൻ പോയപ്പോൾ ഭഗവാനെ വന്ദിച്ചില്ല. മുനി ഗൗതമൻ എൻ്റെ പെരുമാറ്റത്തെ കാര്യമാക്കിയുമില്ല. പക്ഷേ അവഗണന കാരണം ശിവൻ എന്നെ രാക്ഷസനാക്കി മാറ്റി. ഈ രാക്ഷസന്മാർക്കിടയിൽ നടന്ന ഭക്തി നിർഭരമായ ചർച്ച അവരുടെ പാപങ്ങളെ ശമിപ്പിച്ചു. അതിനിടെ കലിംഗയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണൻ ഗംഗാജലവും വഹിച്ചുകൊണ്ട് അവിടെ എത്തി. രാക്ഷസന്മാർ ബ്രാഹ്മണനോട് കുറച്ച് വിശുദ്ധജലം തങ്ങളുടെ മേൽ തളിക്കാൻ അഭ്യർത്ഥിച്ചു. അവർ ബ്രാഹ്മണനോട് ഗംഗയുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു. അവരുടെ ആ സന്നദ്ധതയിലും ഗംഗയെ വിലയിരുത്തിയതിലും സന്തുഷ്ടനായ ബ്രാഹ്മണൻ വിശുദ്ധ ഗംഗാജലം അവരുടെ മേൽ തളിച്ചു. രാക്ഷസനും പിശാചിനിക്കും അവരുടെ ദൈവിക രൂപം തിരിച്ചു കിട്ടി. പക്ഷേ സൗദാസൻ അപ്പോഴും ബ്രാഹ്മണിയുടെ ശാപത്താൽ തൽസ്ഥിതി തുടർന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വർദ്ധിക്കുവാൻ തുടങ്ങി. പക്ഷേ അദൃശ്യമായ സരസ്വതി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഭഗവാന്റെ നാമം ചൊല്ലുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. സൗദാസൻ പിന്നീട് വാരാണസിയിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം ഭഗവാന്റെ നാമം തുടർച്ചയായി ചൊല്ലുകയും വിശുദ്ധ ഗംഗയിൽ കുളിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രാഹ്മണിയുടെയും ശാപം തരണം ചെയ്ത് അദ്ദേഹം തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് വസിഷ്ഠമുനി വീണ്ടും അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം നടത്തുന്നു. അതിനുശേഷം സൗദാസൻ തൻ്റെ രാജ്യം മതപരമായ മാർഗങ്ങളിലൂടെ ഭരിക്കുകയും മഹാവിഷ്ണുവിൻ്റെ പരമമായ വാസസ്ഥലം നേടുകയും ചെയ്യുന്നു. അതോടെ നാരദൻ ചോദിച്ചു, ഓ സഹോദര, മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്നാണല്ലോ ഗംഗ ഉത്ഭവിച്ചതെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ. അവളുടെ ഉത്ഭവത്തിൻ്റെ കഥ ദയവായി വിവരിക്കൂ. സനത് കുമാരൻ വിവരിക്കുവാൻ തുടങ്ങി. വളരെ കാലം മുൻപ് സൃഷ്ടിയുടെ തുടക്കത്തിൽ മുനി കശ്യപന് ദിതി, അദിതി എന്നീ 2 പത്നിമാരുണ്ടായിരുന്നു. ഇരുവരും ദക്ഷന്റെ പുത്രിമാരാണ്. ദിതി അസുരന്മാരെ പ്രസവിച്ചപ്പോൾ അദിതി ദേവന്മാരുടെ മാതാവായി തീർന്നു. അങ്ങനെ അസുരന്മാരും ദേവന്മാരും ഒരച്ഛനിൽ 2 അമ്മമാർക്ക് പിറന്ന സഹോദരന്മാരാണ്. അധികാരത്തിനും പ്രതാപത്തിനും വേണ്ടിയവർ പരസ്പരം പോരാടി. അസുരന്മാരായിരുന്നു മൂത്തവർ. ദിതിയുടെ പുത്രനാണ് അസുര രാജാവായ ഹിരണ്യകശിപു. അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനാണ്. പ്രഹ്ലാദന്റെ വംശത്തിൽ വിരോചനന്റെ പുത്രനായി ബലി മഹാരാജാവ് പിറന്നു. ബലി ഭൂമിയെ മുഴുവൻ കീഴടക്കി അടുത്തതായി സ്വർഗത്തിലേക്ക് ദൃഷ്ടി പായിച്ചു. ബലിക്ക് കുബണ്ടൻ, കൂബുകർണൻ എന്നീ 2 മന്ത്രിമാരും അദ്ദേഹത്തെ പോലെ തന്നെ പ്രഗത്ഭനായ ഒരു പുത്രനുമുണ്ടായിരുന്നു.
വലിയൊരു സൈനിക സന്നാഹവുമായി ബലി സ്വർഗത്തിൽ പ്രവേശിച്ച് വൻ ആക്രമണം നടത്തി. താമസിയാതെ ഘോരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധം 1000 വർഷം നീണ്ടുനിന്നു. അവസാനം ദേവന്മാർക്ക് സ്വർഗം അസുരന്മാരാൽ നഷ്ടപ്പെട്ട് ആശ്വാസം തേടി തലങ്ങും വിലങ്ങും അലിയുവാൻ തുടങ്ങി. ദേവന്മാരെ തോൽപ്പിച്ച ബലിരാജാവ് നിരവധി അശ്വമേധ യാഗങ്ങൾ സംഘടിപ്പിച്ചു. തൻ്റെ പുത്രന്മാരുടെ ദുരവസ്ഥയിൽ അനുതാപമുണ്ടായ അതിഥി ഹിമാലയത്തിൽ കഠിനമായ തപസ്സു തുടങ്ങി. അപ്പോൾ നാരദൻ ഉണർത്തി, അല്ലയോ സഹോദര, നിങ്ങൾ ഒരു അത്ഭുതകരമായ കഥയിപ്പോൾ എന്നോട് പറഞ്ഞു. എങ്കിൽ പോലും ഗംഗ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ഇതുവരെ എന്നോട് സൂചിപ്പിച്ചില്ല. ദയവായത് പറഞ്ഞു തരിക. സനത് കുമാരൻ തുടർന്നു, ഹേ നാരദരെ, അതിഥിയുടെ കഠിനമായ തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം തേടാൻ ആവശ്യപ്പെട്ടു. ആഹ്ലാദത്താൽ ഉന്മേഷവതിയായ അതിഥി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അവൾ തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പരമ്പൊരുളിനെ അറിയിക്കുകയും അസുരന്മാരെ ഹനിക്കാതെ തന്നെ സ്വർഗം വീണ്ടെടുക്കുവാൻ ദേവന്മാരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കാരണം അസുരന്മാരും തൻ്റെ മക്കൾ തന്നെയാണ്. ഒരു രണ്ടാനമ്മയുടെ വിവേചനപരമായ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ വിഷ്ണു ഞാൻ ഉടൻ തന്നെ അവളുടെ മകനായി പിറക്കുമെന്നും ദേവന്മാരെ അവരുടെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നും അതിഥിക്ക് ഉറപ്പു നൽകി. ഭഗവാൻ തൻ്റെ ഒരു മാല അതിഥിക്ക് സമ്മാനിച്ച് അപ്രത്യക്ഷനായി. തക്ക സമയത്ത് അതിഥി ഒരു പുത്രനെ പ്രസവിച്ചു. കുഞ്ഞിന് വാമനൻ എന്ന് പേരിട്ടു. അവൻ്റെ പിതാവായ കശ്യപൻ പോലും അവനെ ബഹുമാനാർത്ഥം വണങ്ങി. വാമനന്റെ നൂൽച്ചടങ്ങ് നടക്കാനിരിക്കെ ബലിരാജാവ് സ്വന്തം ആചാര്യനായ ശുക്രാചാര്യന്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ അശ്വമേധ യാഗം സംഘടിപ്പിച്ചു. യാഗത്തിൽ ലക്ഷ്മിയോടൊപ്പം ഭഗവാൻ വിഷ്ണുവിനെയും ക്ഷണിച്ചിരുന്നു. മാതാപിതാക്കളുടെ അനുവാദം വാങ്ങി വാമനനും യാഗം കാണാനെത്തി. അവരുടെ ദിവ്യ ശക്തിയാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഋഷിമാരും മഹാവിഷ്ണുവിനെ തിരിച്ചറിയുകയും അങ്ങേയറ്റം ആനന്ദം അനുഭവിക്കുകയും ചെയ്തു. വാമനൻ അവിടെ ആഗതനായതിൻ്റെ ഉദ്ദേശം ശുക്രാചാര്യർക്ക് പോലും മനസ്സിലായി. വാമനന്റെ യാതൊരു ആവശ്യവും അനുവദിക്കരുതെന്ന് അദ്ദേഹം ബലിയെ തനിയെ കണ്ട് മുന്നറിയിപ്പ് നൽകി. ബലിയോട് തൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശുക്രാചാര്യർ ഉപദേശിക്കുന്നു. എന്നാൽ വിധിയിനാൽ പ്രകാശിതനായ ബലിരാജാവ് ശുക്രാചാര്യരുടെ ഉപദേശം ചെവിക്കൊള്ളാതെ വാമനനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അവൻ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ വാമനൻ ആവശ്യപ്പെട്ടു, അല്ലയോ രാജാവേ, അങ്ങ് എനിക്കായി എന്തെങ്കിലും തരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ യാഗങ്ങൾ സുഗമമായി നടത്തുന്നതിന് എനിക്ക് 3 അടി നിലം തരൂ. ബലിരാജാവ് സ്വർഗീയ സുഖങ്ങളുടെയും മറ്റു ആഡംബരങ്ങളുടെയും പ്രലോഭനങ്ങളിലൂടെ വാമനനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ യാഗങ്ങൾ നടത്തുന്നതിനുള്ള 3 അടി നിലമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലെന്ന തൻ്റെ ആവശ്യത്തിൽ വാമനൻ ഉറച്ചുനിന്നു. അവസാനം ബലി അവൻ്റെ ആവശ്യം അംഗീകരിക്കാൻ സമ്മതിച്ചു. അദ്ദേഹം വാമനനോട് കമണ്ഡലുവിലെ വെള്ളം തൻ്റെ കൈപ്പത്തിയിൽ ഒഴിക്കാൻ അഭ്യർത്ഥിച്ചു. പ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്നും ബലിയെ തടയുവാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ശുക്രാചാര്യർ തന്റെ രൂപം ചെറുതാക്കി കമണ്ഡലുവിന്റെ ജലപ്രവാഹ കുഴലിന്റെ അകത്ത് പ്രവേശിച്ച് ജലധാര അടച്ചുപിടിച്ചു. സർവജ്ഞനായ ഭഗവാൻ ഒരു ചെറിയ മൂർച്ചയേറിയ തണ്ടെടുത്ത് കുഴലിൽ കുത്തുകയും അതിനാൽ അത് ശുക്രാചാര്യരുടെ കണ്ണിൽ തട്ടുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ കൈക്കുമ്പിളിൽ കുറച്ച് ജലമെടുത്ത് ബലിരാജാവ് വാമനന് 3 അടി ഭൂമി നൽകി. ബലി അവന്റെ ആവശ്യം അംഗീകരിച്ചയുടനെ വാമനൻ ഭീമാകാരമായ ഒരു രൂപം സ്വീകരിച്ച് തൻ്റെ 2 ചുവടുവെപ്പിലൂടെ ഭൂമിയെയും ആകാശത്തെയും മുഴുവൻ അളന്നു. മഹാവിഷ്ണുവായ വാമനൻ പ്രപഞ്ചത്തെ അളന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽവിരലിന്റെ ആഘാതത്താൽ പ്രപഞ്ചം 2 കഷ്ണങ്ങളായി. പ്രപഞ്ചം പിളർന്നതോടെ ദശലക്ഷക്കണക്കിന് അരുവികൾ പൊട്ടിപ്പുറപ്പെട്ടു. അവയുടെ പ്രവാഹത്തിനിടയിൽ ഈ അരുവികൾ ഒരൊറ്റ ശക്തമായ അരുവിയിൽ ലയിക്കുകയും ബ്രഹ്മാവിനെയും മറ്റു ദേവന്മാരെയും വിശദീകരിക്കുകയും ശക്തമായ സുമേരു പർവ്വതത്തിൽ പതിക്കുകയും ചെയ്തു. ഈ പ്രവാഹമാണ് ഗംഗ. ഭഗവാന് തൻ്റെ 3ാം ചുവട് വയ്ക്കാൻ വേറെ ഇടമില്ലാതിരുന്നതിനാൽ ബലിരാജാവ് തൻ്റെ തല തന്നെ അതിനായി സമർപ്പിച്ചു. വാമനൻ തൻ്റെ 3ാമത്തെ ചുവട് ബലിയുടെ തലയിൽ വെച്ച് പാതാളത്തിലേക്ക് അമർത്തി. അപ്പോൾ നാരദൻ ചോദിച്ചു, അല്ലയോ മഹർഷേ, ഭഗവാൻ എങ്ങനെയാണ് പാതാള ലോകത്ത് ബലിയുടെ ഭക്ഷണം ക്രമീകരിച്ചത്? സനത് കുമാരന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, സ്തുതികളില്ലാതെ അർപ്പിക്കുന്ന വഴിപാടുകളും അനർഹർക്ക് നൽകുന്ന ദാനധർമ്മങ്ങളും ബലിയുടെ ഭക്ഷണമാണ്. അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാതെ ഭഗവാൻ സ്വർഗരാജ്യം ബാലിയിൽ നിന്ന് തട്ടിയെടുത്ത് ദേവന്മാർക്ക് തിരികെ നൽകി. നാരദൻ വീണ്ടും ചോദിച്ചു, അല്ലയോ മഹർഷേ, പുണ്യഗംഗയുടെ കഥ ഞാൻ കേട്ടു. ഇപ്പോൾ ദാനങ്ങൾ വാങ്ങാൻ അർഹതയുള്ള ആളുകളെക്കുറിച്ചും ദയവായി എന്നോട് വിവരിക്കുക. മറുപടി പറഞ്ഞു, ഹേ നാരദരെ, 4 ജാതികളിൽ ബ്രാഹ്മണരെ ശ്രേഷ്ഠരായി കണക്കാക്കുന്നു. അതിനാൽ ദാനം ഫലവത്താകണമെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രം ദാനം ചെയ്യണം. ഒരു ബ്രാഹ്മണന് ആത്മാർത്ഥമായി ദാനം സ്വീകരിക്കാം. എന്നാൽ വൈശ്യനോ ക്ഷത്രിയനോ അതിന് അവകാശമില്ല. ബ്രാഹ്മണരിൽ പോലും ദാനം സ്വീകരിക്കാൻ അർഹതയില്ലാത്ത നിരവധി വിഭാഗങ്ങളുണ്ട്. ഇവർ ജ്യോതിഷം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ,
മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, അത്യാഗ്രഹികൾ, ഗ്രന്ഥങ്ങളും മറ്റു മതസാമഗ്രികളും വിൽക്കുന്നവർ, ഭാര്യമാരല്ലാത്ത മറ്റു സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നവർ, അസൂയയുള്ളവർ, നന്ദികെട്ടവർ, ഗായകർ, സ്വഭാവഗുണമില്ലാത്ത ഭാര്യമാർ, പടയാളികൾ, പുരോഹിതന്മാർ, അഗ്രദൂതന്മാർ, പാചകക്കാർ, കവി, വൈദ്യൻ, ശൂദ്രൻ നൽകുന്ന മാംസവും ധാന്യവും കഴിക്കുന്നവൻ, ശവസംസ്കാരം നടത്തുന്നവൻ, വേശ്യകൾ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന ബ്രാഹ്മണർ എന്നീ തരത്തിലുള്ള എല്ലാ ബ്രാഹ്മണർക്കും ദാനം നിഷ്ഫലമായി തീരുന്നു. ഇവരെ കൂടാതെ ഉച്ചവിശ്രമ സമയത്ത് ഇന്ദ്രിയസുഖം ആസ്വദിക്കുന്ന ബ്രാഹ്മണർ, സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കുന്നവർ, സഹോദരന്മാരും സമൂഹവും ബഹിഷ്കരിച്ചവർ, അവിവാഹിതമായി അല്ലെങ്കിൽ യഥാർത്ഥ പിതാവിൻ്റെ മരണാനന്തരം അമ്മയുടെ സംശയാസ്പദമായ ബന്ധം കാരണം ജനിച്ചവർ, ആരുടെയാണോ ഇളയ സഹോദരൻ നേരത്തെ വിവാഹിതനാകുന്നത് അവർ, എപ്പോഴും കാമഭ്രാന്തരായ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്നവരും, പിമ്പുകളായി പ്രവർത്തിക്കുന്നവരോ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരോ ദാനം അർഹിക്കുന്നില്ല. ദാനം, ആവശ്യങ്ങൾ നിറവേറ്റാൻ ചെലവഴിക്കൽ, ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളിൽ പാഴാക്കൽ എന്നിവയാണ് സമ്പത്തിന്റെ 3 വിധികൾ. അഭ്യർത്ഥന പ്രകാരം അർഹനായ ഒരാൾക്ക് നിസ്വാർത്ഥമായി നൽകുന്ന ദാനം എല്ലാത്തരം സംഭാവനകളിലും മികച്ചതാണ്. ചില ആഗ്രഹങ്ങളോടെ ചെയ്യുന്ന ദാനം സാധാരണമാണ്. ബലിയായി നൽകുന്ന ദാനം ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. തുടർന്ന് സനത് കുമാരൻ ഭഗീരഥന്റെയും ധർമ്മരാജാവിൻ്റെയും കഥ പറയുവാൻ തുടങ്ങി. ഒരിക്കൽ ധർമ്മരാജൻ സാഗര രാജാവിൻ്റെ രാജ്യം സന്ദർശിച്ചുകൊണ്ട് സാഗരനെ പ്രശംസിച്ചു. സാഗര രാജാവ് കൂപ്പ് കൈകളോടെ മതത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പ്രബോധനം നൽകണമെന്നും ദൈവിക ലോകങ്ങളെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയണമെന്നും ധർമ്മരാജനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ധർമ്മരാജൻ പറഞ്ഞു തുടങ്ങി: രാജാവേ, ഒരു ബ്രാഹ്മണ കുടുംബത്തിനോ വേദപതി ബ്രാഹ്മണനോ ഉപജീവന മാർഗം നൽകുന്നത് ഏറ്റവും പുണ്യമായ ദാനമാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണന് ദാനം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും ഒരുപോലെ ഫലദായകമാകുന്നു. അതുകൂടാതെ ജലസംഭരണികൾ കുഴിച്ച് പരിപാലിക്കുന്നതും അതേ കാര്യം ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതും അനന്തമായ ഫലം നൽകുന്നു. തന്റെ അഭിപ്രായത്തെ സ്ഥിരീകരിക്കാൻ ധർമ്മരാജൻ വീരഭദ്രക രാജാവിൻ്റെയും അദ്ദേഹത്തിന്റെ മന്ത്രി ബുദ്ധിരാജിൻ്റെയും കഥ വിവരിച്ചു. ധർമ്മരാജൻ തുടർന്നു: രാജാവേ, ഭൂമി കൊണ്ട് ക്ഷേത്രങ്ങൾ പണിയുന്നവർ വിഷ്ണുവിന്റെ വാസസ്ഥലത്ത് 3 കൽപ്പങ്ങൾ താമസിക്കും. അതിനുശേഷം അവർ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. മരങ്ങൾ കൊണ്ട് ക്ഷേത്രം നിർമ്മിച്ചാൽ ഒരാൾക്ക് ഇരട്ടി പുണ്യങ്ങൾ ലഭിക്കും. ഇഷ്ടികയും കല്ലും കൊണ്ട് ക്ഷേത്രം പണിയുന്നതിനാൽ 4 ഇരട്ടി പുണ്യവും ലഭിക്കും. ചെമ്പും സ്വർണവും കൊണ്ട് ക്ഷേത്രം പണിയുന്നത് 100 കോടി ഗുണം നൽകുന്നു. ക്ഷേത്രങ്ങളും ജലസംഭരണികളും സംരക്ഷിക്കുന്നവർക്ക് അവ നിർമ്മിക്കുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി പുണ്യങ്ങൾ ലഭിക്കും. ഒരു ധനികൻ മുഴുവൻ തോട്ടവും ദാനം ചെയ്യുന്നതും ഒരു ദരിദ്രൻ 1 അടി ഭൂമി ദാനം ചെയ്യുന്നതിൻ്റെയും പുണ്യം തുല്യമാണ്. അല്ലയോ പുണ്യവാനെ, പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും വികസിപ്പിക്കുന്നവർക്കും ഒരേ പുണ്യം ലഭിക്കും. ഒരു തുളസിത്തൈ നടുന്നവൻ തൻ്റെ കോടിക്കണക്കിന് പൂർവികരെ സംരക്ഷിക്കുന്നു. അതുപോലെ ദ്വാദശിയിലും പൂർണ്ണമാസത്തിലും ഭഗവാന്റെ വിഗ്രഹത്തെ പാലിൽ അഭിഷേകം നടത്തുന്നവർ ലക്ഷക്കണക്കിന് പൂർവികരെ സംരക്ഷിക്കുന്നു. ഏകാദശിയിൽ ഭഗവാന്റെ വിഗ്രഹം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവർക്ക് നിത്യമായ സന്തോഷവും മോക്ഷവും ലഭിക്കും. അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തെ തേങ്ങാപ്പാൽ, കരിമ്പ് നീര്, പൂക്കളടങ്ങിയ വെള്ളം അല്ലെങ്കിൽ അരിച്ചെടുത്ത വെള്ളം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നവർക്ക് അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അതുപോലെ ഗ്രഹണ സമയത്തോ മംഗളകരമായ തീയതികളിലോ സംയോഗങ്ങളിലോ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നവർക്ക് എല്ലാ യാഗങ്ങളുടെയും പുണ്യം ലഭിക്കും. മഹാവിഷ്ണുവിൻ്റെയും ശിവന്റെയും വിഗ്രഹങ്ങൾ തേങ്ങാപ്പാൽ, നെയ്യ്, തേൻ, എള്ളെണ്ണ എന്നിവ ഉപയോഗിച്ച് ശുഭദിനങ്ങളിൽ അഭിഷേകം ചെയ്യുന്നവർ ഈ ദേവന്മാരുടെ യഥാക്രമ ഭാവം ധരിക്കുന്നു. വിഷ്ണുവിനെയും ശിവനെയും പൂജിക്കുന്നവർ താമരപ്പൂക്കളും കൈതപ്പൂക്കളും അർപ്പിക്കുകയും വിശേഷാൽ ശിവന് വെളുത്ത ഉമ്മം പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ വാസസ്ഥലം ലഭിക്കും. അതുപോലെ ഉണക്കമുന്തിരി, വിളക്ക്, വെള്ളം, ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് അക്ഷയമായ ഫലം നൽകുന്നു. ഒരു ബ്രാഹ്മണന് ഭൂമിയും കറവ പശുവും ദാനം ചെയ്യുന്നതിൻ്റെ പുണ്യം വാക്കുകളാൽ വിവരിക്കുവാനാവില്ല. ജ്ഞാനം, ശാലിഗ്രാമം, ശിവലിംഗം, കുതിര, പോത്ത്, ആന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനം ദാനം ചെയ്താലും അങ്ങനെ തന്നെയാണ് ഫലം. അനാഥനായ ബ്രാഹ്മണന്റെ ശവസംസ്കാരം നടത്തുന്നവർക്ക് ആയിരക്കണക്കിന് അശ്വമേധ യാഗങ്ങൾക്ക് തുല്യമായ പുണ്യങ്ങൾ ലഭിക്കും. ബ്രാഹ്മണ ദേവതകളെയോ പശുവിനെയോ സേവിക്കുന്നവർ, വാദ്യങ്ങൾ വായിക്കുന്നവരും മണി മുഴക്കുന്നവരും ക്ഷേത്രത്തിൽ ശംഖ് മുഴക്കുകയോ കൈകൾ കൊട്ടുകയോ ചെയ്യുന്നവരും 5 കൽപ്പങ്ങളിലുടനീളം സ്വർഗത്തിലെ ദിവ്യസുന്ദരികളുമായി സാമീപ്യം ലഭിക്കും. ശംഖ് ഊതുന്നതും മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം നേടാൻ സഹായിക്കുന്നു. മഹാവിഷ്ണുവിന്റെ നാമം സ്മരിക്കുന്നത് പോലും ആസന്നമായ പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നു. ധർമ്മരാജൻ തുടർന്നു: അല്ലയോ രാജാവേ, ഞാനിപ്പോൾ മതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് വിശ്വസ്തയോടെ കേൾക്കുക. ഒരാൾ അശുദ്ധമോ മതവിരുദ്ധമോ ആയ എന്തെങ്കിലും സ്പർശിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പ്രായശ്ചിത്തത്തിനായി അവൻ 3 പകലും 6 രാത്രിയും വ്രതമെടുക്കണം. ദിവസവും 3 നേരവും കുളിക്കണം.
ഒരു ബ്രാഹ്മണൻ അത്താഴ സമയത്ത് മലമൂത്ര വിസർജനം ചെയ്താൽ അവൻ ഉടൻ ഭക്ഷണം ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിക്കണം. പിന്നെ ഒരു രാവും പകലും വ്രതം അനുഷ്ഠിച്ച് പഞ്ചഗവ്യം കഴിച്ച് വീണ്ടും ശുദ്ധനാകണം. ഒരാൾ മൂത്രമൊഴിച്ചയുടനെ ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണം കഴിക്കുമ്പോൾ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ അയാൾ ഒരു രാവും പകലും വ്രതം അനുഷ്ഠിക്കുകയും ഹവനമായി അത് പരിഹരിക്കുകയും വേണം. ഭർത്താക്കന്മാരെ സേവിക്കാത്ത സ്ത്രീകളെ 12 വർഷത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കണം. പ്രവാസകാലത്ത് ഒരു തരത്തിലും അവരെ സഹായിക്കരുത്. ആർത്തവ സമയത്ത് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിന് ഫലമായി അശുദ്ധി ഉണ്ടാകുന്നു. ശുദ്ധീകരിക്കപ്പെടാൻ 3 രാത്രികൾ ഉപവാസമെടുക്കണം. ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മൃതദേഹം ചന്ദനമോ മറ്റേതെങ്കിലും പുണ്യവസ്തുക്കളോ പുരട്ടണം. ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ 200 രൂപ പിഴ ചുമത്തണം. അലക്കുന്നവൻ, തോലുരിക്കുന്നവൻ, മറ്റു അധസ്ഥിത വിഭാഗങ്ങളുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും ധാന്യങ്ങൾ മനഃപൂർവ്വം കഴിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളുമായി അവിഹിത സമ്പർക്കം പുലർത്തുന്നവർ ശുദ്ധി നേടുന്നതിന് ചന്ദ്രയാന ഉപവാസം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അമ്മയുമായോ സഹോദരിയുമായോ മകളുമായോ വെറുപ്പുളവാക്കുന്ന ബന്ധം സ്ഥാപിക്കുന്നവർക്ക് സ്വയം തീ കൊളുത്തലാണ് പ്രായശ്ചിത്തത്തിനുള്ള ഏകമാർഗം. ഗുരുവിൻ്റെ പത്നിയുമായി ഇണചേരുന്നവർ വ്രതാനുഷ്ഠാനം പാലിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഗർഭിണിയായ പശുവിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഓരോ മൃഗത്തിനും പ്രത്യേക ചന്ദ്രയാന വ്രതം ആചരിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യണം. കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ്, ചിതലിൻ്റെ കൂമ്പാരം, ചുണ്ടനെലിയുടെ മാളം, തരിശായി കിടക്കുന്ന ഭൂമി, വഴി, ശ്മശാനഭൂമി, മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന നിലം എന്നിവ ഉപയോഗിക്കരുത്. പഞ്ചഗവ്യത്തിൻ്റെ ഉപയോഗം കഠിനമായ പാപത്തെപ്പോലും കഴുകിക്കളയുന്നു. ആദ്യത്തെ മരണത്തിൻ്റെ ശുദ്ധീകരണ കാലയളവ് തുടരുമ്പോൾ കുടുംബത്തിൽ രണ്ടാമത്തെ മരണം സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേക ശുദ്ധീകരണം ആവശ്യമില്ല. ഗർഭചിത്രത്തിൻ്റെ അസുഖകരമായ ഫലം 3 ദിവസം നീണ്ടു നിൽക്കും. വിവാഹശേഷം ഒരു സ്ത്രീ ഭർത്താവിൻ്റെ പേര് സ്വീകരിക്കുന്നു. അതിനാൽ വിവാഹിതരായ ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള മരണാനന്തര ചടങ്ങുകൾ അവളുടെ മകനോ അവളുടെ ഭർത്താവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരാളോ നൽകണം. ശവസംസ്കാരത്തിന് ശേഷം ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസങ്ങളിൽ ചിതാഭസ്മം ശേഖരിക്കണം. പൊക്കിൾ ആഴമുള്ള വെള്ളത്തിൽ തെക്ക് ദർശനമായി നിന്നുകൊണ്ട് തൻ്റെ മരിച്ചുപോയ പൂർവികർക്ക് ജലനിവേദ്യം നൽകണം. ധർമ്മരാജൻ തുടർന്നു, രാജാവെ, ഭൂമിയിൽ കഠിനമായ പാപം ചെയ്യുന്നവർ നരകത്തിൽ തത്തുല്യമായ കഠിനമായ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത് അത്തരം പാപങ്ങളുടെയും നരകത്തിൽ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട പീഡനങ്ങളെയും കുറിച്ചാണ്. തപൻ, ബാലുക കുംഭം, മഹാരൗരവ്, രൗരവ്, കുംഭിപാകം, പ്രമർഭൻ, ലാലഭക്ഷം, വാസകൂപം, വൈതരണി എന്നിവയാണ് പ്രധാന നരകങ്ങൾ. മലം നിറഞ്ഞ കിടങ്ങിൽ മൂത്രം കുടിക്കൽ, നായിയുടെ മാംസം തിന്നൽ, പുഴു തിന്നൽ, ബീജം കുടിക്കൽ, തീക്കനലുകളിൽ കിടന്നുറങ്ങൽ, പാമ്പ് കൊത്തൽ, എല്ലുകൾ തുളയ്ക്കൽ, പിത്തരസം കുടിക്കൽ, ഉറുമ്പ് കടിക്കൽ, പല്ല് പിടുങ്ങൽ, ഇരുമ്പ് പഴിപ്പിച്ചതിൽ കെട്ടൽ തുടങ്ങിയവയാണ് പാപം ചെയ്യുന്ന ഒരാൾക്ക് നരകത്തിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ. ബ്രാഹ്മണരെ വിമർശിക്കുകയും ശാസിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർ, മദ്യപാനികൾ, സ്വർണം മോഷ്ടിക്കുന്നവർ, ഗുരുനാഥന്റെ പത്നിയുമായി അവിഹിതം പുലർത്തുന്നവർ, അത്തരം ആളുകളുമായി സഹവാസം നടത്തുന്നത് പോലും ഒരാളെ മഹാപാപികളായി വിധിക്കപ്പെടും. ഇവരെല്ലാം നരകത്തിൽ ഇടം അർഹിക്കുന്നവരാണ്. ചെമ്പ്, ഇരുമ്പ്, വെള്ളം, കസ്തൂരി, വെറ്റില, ചന്ദനം മുതലായ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും സ്വർണം മോഷ്ടിക്കുന്ന കുറ്റത്തിന് തുല്യമാണ്. ഗുരുനാഥന്റെ പത്നിയുമായി അവിഹിത സമ്പർക്കം പുലർത്തുന്നത് പോലെയാണ് സഹോദരിയും മരുമകളുമായുള്ള അവിഹിത സമ്പർക്കം. അത്തരം പാപങ്ങളുടെ പരിഹാരത്തിനായി നമ്മുടെ മഹാത്മാക്കൾ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ബുദ്ധവിഹാരങ്ങളിൽ വസിക്കുന്നവരോ പതിവായി സന്ദർശിക്കുന്നവരോ കോടിക്കണക്കിന് വർഷങ്ങളോളം നരകത്തിലാണ് ജീവിക്കുന്നത്. പാപികൾ അവരുടെ പ്രായശ്ചിത്തത്തിന്റെ പ്രാരംഭഘട്ടം നരകത്തിലൂടെ കടന്നുപോകുന്നു. 7 ജന്മങ്ങളിലായവർ കഴുതിയുടെ ജന്മമെടുക്കണം. അടുത്ത 6 ജന്മങ്ങളിലവർ പാമ്പ്, രോഗബാധിതർ, നായ, മാൻ, വൃക്ഷം, ഉടുമ്പ് എന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. രാജാവെ, ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തുന്നവർ പഴുത്തതും എന്നാൽ അത്യധികം ചൂടുള്ളതുമായ ചെമ്പ് ബൊമ്മ ഉപയോഗിച്ച് ഇണചേരാൻ നിർബന്ധിതരാകുന്നു. തുടർന്ന് നരകത്തിലേക്ക് എറിയപ്പെടും. ഭർത്താവ് ഒഴികെയുള്ള പുരുഷന്മാരോടൊപ്പം ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ കത്തുന്ന കിടക്കയിൽ ചൂടുള്ള ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യുവാൻ നിർബന്ധിതരാകുന്നു. എന്നിട്ട് അവർ ഒരു ചൂടുള്ള ഇരുമ്പ് തൂൺ കെട്ടിപ്പിടിച്ച് ഉപ്പുവെള്ളത്തിൽ കുളിച്ച് അത് കുടിക്കാൻ നിർബന്ധിതരാകുന്നു. 1000 വർഷങ്ങളോളം അവർ ഈ പീഡനങ്ങൾ നിരന്തരം അനുഭവിക്കണം. മറ്റുള്ളവരുടെ വിമർശനം താല്പര്യത്തോടെ കേൾക്കുന്നവർക്ക് ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരും. ചൂടുള്ള ആണികൾ അവരുടെ ചെവിയിൽ അടിച്ചു കയറ്റും. ഇങ്ങനെ രൂപപ്പെടുന്ന സുഷിരങ്ങൾ തിളച്ച എണ്ണയാൽ നിറയ്ക്കും. പിന്നീട് അവരെ കുംഭിപാക നഗരത്തിലേക്ക് എറിയുന്നു. മഹാവിഷ്ണുവിനെയും ശിവനെയും ദുരുപയോഗം ചെയ്യുന്നവരെ കോടിക്കണക്കിന് വർഷങ്ങളോളം ഉപ്പിനാൽ മാത്രം പോഷിപ്പിക്കുന്നു. തുടർന്നവരെ ചുട്ടുപൊള്ളുന്ന മണൽ മാത്രം നിറഞ്ഞ രൗരവ നരകത്തിലേക്ക് എറിയുന്നു. രാജ്യദ്രോഹികളും മറ്റുള്ളവരുടെ ധാന്യങ്ങളിൽ അത്യാഗ്രഹികളും സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടതുണ്ട്.
ജ്യോത്സ്യന്റെയും പുരോഹിതന്റെയും ധാന്യങ്ങൾ ഭക്ഷിക്കുന്നവർ കോടിക്കണക്കിന് വർഷങ്ങളോളം വിവിധ നരകങ്ങളിൽ നിലനിർത്തി തിളച്ച എണ്ണയും ഉപ്പുവെള്ളവും ഉള്ള കിണറുകളിൽ സൂക്ഷിച്ച് മലം മാത്രം കൊടുക്കുന്നു. ശിക്ഷ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത്തരം ആളുകൾ മ്ലേച്ഛന്മാരായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർ വൈതരണിയിലേക്ക് എറിയപ്പെടും. പഞ്ചമഹായോഗം നടത്തുകയോ ദേവതകളെ ആരാധിക്കുകയോ ചെയ്യാത്തവരെ യഥാക്രമം ലാലപക്ഷം രൗരവ് നരകങ്ങളിൽ പാർപ്പിക്കുന്നു. വേദങ്ങൾ അനുസരിക്കാത്തവരെ 1000 കോടി കൽപ്പങ്ങളോളം നരകത്തിൽ തള്ളുന്നു. ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ വലിച്ചെറിയുകയോ മുടി, പല്ല്, അസ്ഥി, നഖം തുടങ്ങിയ ഭാഗങ്ങൾ ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതിന് തുല്യമായ പാപം ചെയ്യുന്നു. മ്ലേച്ഛമായ അവതാരങ്ങളിലേക്ക് അയക്കപ്പെടുന്നതിന് മുൻപ് അവർ നരകത്തിൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. കള്ളസാക്ഷ്യം പറയുന്നവർ 14 ഇന്ദ്രന്മാരുടെ ഭരണകാലത്തോളം നരകയാതന അനുഭവിക്കണം. കഴിവുണ്ടായിട്ടും അധാർമികമായ ഗതാഗതം നിയന്ത്രിക്കാത്തവർ നരകത്തിലേക്ക് പോകുന്നു. മാന്യന്മാരെ തെറ്റായി കുറ്റപ്പെടുത്തുന്നവർ കോടിക്കണക്കിന് വർഷങ്ങളോളം നരകത്തിൽ ജീവിക്കണം. നിശ്ചിത കാലയളവിന് മുൻപേ ഉപവാസം ഉപേക്ഷിക്കുന്നവർ അസിപത്ര എന്ന നരകത്തിലേക്ക് പോകുന്നു. നീതിയിലോ മതവിദ്യാഭ്യാസത്തിലോ പക്ഷപാതപരമായ വീക്ഷണം സ്വീകരിക്കുന്നവർക്ക് പ്രായശ്ചിത്തമില്ല. പശുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നവർ ആയിരക്കണക്കിന് വർഷങ്ങളായി വിങ് ഭോജ്യ നരകത്തിലാണ് ജീവിക്കുന്നത്. ബ്രാഹ്മണരെ അവരുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും പീഡിപ്പിക്കുന്നവർ എപ്പോഴും നരകത്തിൽ വീഴുന്നു. തോട്ടങ്ങൾ നശിപ്പിക്കുന്നവർക്കും മുകളിൽ പറഞ്ഞ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും. രാജാവേ, മഹാവിഷ്ണുവിൻ്റെ മുൻപാകെ പാപങ്ങൾക്കായി പശ്ചാത്തപിക്കണം. ഗംഗയുടെയും തുളസിയുടെയും ദർശനം, ഭക്തിഗാനങ്ങൾ, മഹാമനസ്കത, അഹിംസ എന്നിവ പാപഫലങ്ങൾ കുറയ്ക്കുന്നു. മഹാവിഷ്ണുവിന് സമർപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രവൃത്തിക്കും ഫലമുണ്ടാകില്ല. മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയാണ് പാപങ്ങൾക്ക് പശ്ചാത്തപിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. മതത്തെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ധാർമ്മികത പാലിക്കലാണ്. ധാർമ്മികതയില്ലാത്ത മതവും ഒരുപോലെ വേദനാജനകമാണ്. രാജാവേ, ഇതുവരെ ഞാൻ മതത്തെക്കുറിച്ച് എല്ലാം വിവരിച്ചു. ഇപ്പോൾ മുതൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തി വളർത്തിയെടുക്കുക. നിങ്ങളുടെ പാപികളായ പൂർവികരെ രക്ഷിക്കാൻ ഗംഗയെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വിളിക്കുക. എല്ലാവരെയും പാപമുക്തരാക്കുവാൻ ഗംഗയ്ക്ക് മാത്രമേ കഴിയൂ. സനത് കുമാരൻ പറയുന്നു, ഹേ നാരദരെ, ഇപ്രകാരം സാഗര രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ധർമ്മരാജൻ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി. ഭഗീരഥ രാജാവിന്റെ കഠിനമായ തപസ് മൂലമാണ് ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങിയതും സാഗരന്റെ 60,000 പുത്രന്മാരെ രക്ഷിച്ചതും. തുടർന്ന് സനത് കുമാരൻ നാരദ പുരാണ കഥകൾ വിവരിച്ചു തുടങ്ങി. ഹേ നാരദരെ, തൻ്റെ രാജകീയ സുഖങ്ങളെല്ലാം ത്യജിച്ച് ഭഗീരഥൻ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ ഉയർന്ന കൊടുമുടികളിലേക്ക് പോയി. അവിടെ നിബിഡ വനവും മാനുകളും ആനകളും വിഹരിക്കുന്നതും അവർ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആശ്രമം പോലും മധുരതരമായ കിളിനാദങ്ങളാൽ മുഖരിതമാണ്. വേദങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്നതും ചുറ്റിലും അലയടിക്കുന്നു. ഭഗീരഥൻ തൻ്റെ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട് ഭൃഗുമുനിയുമായി മുഖാമുഖം കണ്ടു. അദ്ദേഹം ഭൃഗുമുനിയെ സമീപിച്ച് ആദരവോടെ വന്ദിച്ചു. ഓ സർവജ്ഞനായ മുനിവര്യ, ഏറ്റവും ദുഃഖിതരായ ആത്മാക്കളെപ്പോലും മോക്ഷത്തിലേക്ക് നയിക്കുന്ന പാതയെക്കുറിച്ചുള്ള അറിവ് നൽകി ദയയോടെ എന്നെ അനുഗ്രഹിക്കണമേ. വിനയാനിതനായി ഭഗീരഥൻ അപേക്ഷിച്ചു. അല്ലയോ രാജാവേ, അങ്ങയുടെ പൂർവികരെ രക്ഷിക്കുക എന്ന മനോഹരമായ ഉദ്ദേശത്തോടെയാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനാൽ നിങ്ങളിപ്പോൾ സ്വയം ശ്രീഹരിയെപ്പോലെയാണ്. ശ്രീഹരിയെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കാം. രാജാവേ, അഹിംസാലുവും പരോപകാരിയും സദ്ഗുണമുള്ളവനുമാവുക. സത്യം പറയുക. മഹാവിഷ്ണുവിൻ്റെ ഭക്തനാകാൻ ഭക്തിയുള്ള സഹവാസം തേടുക. ഒപ്പം ഈ മന്ത്രങ്ങളും ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ വാസുദേവായ. അപ്രകാരം നിങ്ങൾക്ക് തീർച്ചയായും മനസമാധാനം ലഭിക്കും. അപ്പോൾ ഭഗീരഥൻ, മഹർഷേ, എന്താണ് സത്യം? എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും താല്പര്യമുള്ളത്? ആരാണ് ദുഷ്ടന്മാർ? ആരാണ് താപസന്മാർ? എന്താണ് സത്കർമ്മങ്ങൾ? എങ്ങനെയാണ് ഒരാൾ വിഷ്ണുവിനെ സ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്? എന്താണ് ശാന്തി? ഭൃഗു ആരംഭിച്ചു. അല്ലയോ ആത്മജ്ഞാനമുള്ളവനെ, ഒരു ജീവജാലത്തിനും ദോഷം വരുത്താത്ത എല്ലാ പ്രവർത്തനങ്ങളും അഹിംസയാണ്. ധാർമ്മിക പെരുമാറ്റത്തെ സഹായിക്കുന്നതും ജനങ്ങളെ സമാധാനിപ്പിക്കുന്നതുമായ പ്രവർത്തികൾ പൊതുജനത്തിൻ്റെ താല്പര്യമാണ്. അസൂയാലുക്കളും മതത്തെയും വേദങ്ങളെയും എതിർക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണ്. മതവും ഗ്രന്ഥങ്ങളും കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുകയും എപ്പോഴും ജനങ്ങളുടെ നന്മയിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ യഥാർത്ഥ അർത്ഥത്തിൽ സന്യാസികളാണ്. മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയിലേക്ക് നയിക്കുകയും എല്ലാവരും അത്യധികം ആനന്ദം നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുണ്യമാണ്. മഹാവിഷ്ണു മറ്റെല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്നു. ശരിയായ രീതികളാൽ ഞാനവനെ ആരാധിക്കും എന്ന വിധത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് ഭക്തിയാണ്. ജീവനുള്ളതും ഇല്ലാത്തതുമായ ഓരോ വസ്തുക്കളിലും മഹാവിഷ്ണുവിനെ കാണുന്നത് നിഷ്പക്ഷ വീക്ഷണമാണ്. എല്ലാവരുമായും എല്ലാ സാഹചര്യങ്ങളിലും സമാധാനത്തിലും ഐക്യത്തിലും ആയിരിക്കുക എന്നതാണ് സമാധാനം. രാജാവേ, ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വിവരിച്ചു.
ഇപ്പോൾ തന്നെ പോയി തപസ്സാരംഭിക്കുക. താങ്കൾക്ക് എല്ലാം മംഗളകരമായി ഭവിക്കും. അങ്ങനെ ഭൃഗുമുനിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഭഗീരഥ രാജാവ് തപസ് ആരംഭിച്ചു. ഹിമാലയത്തിലെ നന്ദീശ്വറിൽ 60,000 വർഷം ആ തപസ് തുടർന്നു. അദ്ദേഹത്തിൻ്റെ കഠിന തപസ്സും അതിൻ്റെ തേജസ്സും കണ്ട് അമ്പരന്ന ദേവന്മാരെല്ലാം ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ പറഞ്ഞു, ഹേ ദുഃഖങ്ങളെ നീക്കുന്നവനെ, ത്രിലോകത്തെയും നിയന്ത്രിക്കുന്നവനെ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വന്ദിക്കുന്നു. പ്രാർത്ഥനകളാൽ സന്തുഷ്ടനായ മഹാവിഷ്ണു സഹജമായി തന്നെ ദേവന്മാരുടെ ആഗമനോദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി. നിർഭയരായിരിക്കാൻ അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗീരഥന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ആനന്ദഭരിതനായ ഭഗീരഥൻ ശ്രീഹരിയെ വണങ്ങി. മഹാവിഷ്ണു ഭഗീരഥനെ അനുഗ്രഹിച്ചുകൊണ്ട് മൊഴിഞ്ഞു, താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങളുടെ പൂർവികർ എൻ്റെ വാസസ്ഥലത്തെ പുൽകും. എന്നാൽ ഇപ്പോൾ ആദ്യം പൂർണ്ണ ശക്തിയോടെ ശിവനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനകരമായത് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അപ്രത്യക്ഷനായി. ഉടനെ ഒരു അശരീരിയും മുഴങ്ങി, നിങ്ങൾ കണ്ടതൊരു സ്വപ്നമായിരുന്നില്ല രാജാവേ, അത് യാഥാർത്ഥ്യമായിരുന്നു. മഹാവിഷ്ണു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. ഭഗീരഥ രാജാവ് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ കൂടുതൽ കഠിനമായ തപസ് തുടങ്ങി. ഒരു നീണ്ടതും വിഷമകരവുമായ തപസ്സിനു ശേഷം ശിവൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗീരഥൻ ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ ഭക്തിയിലും പ്രാർത്ഥനയിലും സന്തുഷ്ടനായ ശിവൻ തൻ്റെ പൂർവികരുടെ രക്ഷയ്ക്കായി ഗംഗയെ അദ്ദേഹത്തിന് കൈമാറുമെന്ന് ഭഗീരഥനെ അനുഗ്രഹിച്ചു. പരമശിവൻ ഇത് മൊഴിഞ്ഞയുടൻ ഗംഗ അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്നും പുറത്തു വന്ന് ഭഗീരഥൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ ഭഗീരഥനെ പിന്തുടർന്ന് ഭഗീരഥന്റെ പൂർവികരുടെ ചിതാഭസ്മം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കപിലമുനിയുടെ ആശ്രമ പരിസരത്തെത്തി. അതായത് സാഗര രാജാവിൻ്റെ 60,000 പുത്രന്മാരെ കപിലമുനി ഭസ്മീകരിച്ച സ്ഥലത്ത് ഗംഗയെത്തി അവർക്ക് മോക്ഷം നൽകി. ഗംഗയുടെ പുണ്യജലം ചാരത്തിൽ സ്പർശിച്ചയുടനെ ഭഗീരഥന്റെ പൂർവികർ യമന്റെ കുരുക്കിൽ നിന്ന് മോചിതരായി അവരുടെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് പ്രവേശനം നേടി. അന്നു മുതൽ ഗംഗ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഋഷിമാർ പറഞ്ഞു, അല്ലയോ ഭാഗ്യവാനെ, പുണ്യഗംഗയുടെ കഥ പറയാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ നാരദൻ സനത് കുമാരനോട് ചോദിച്ചത് കേൾക്കാൻ ഞങ്ങൾ അത്യധികം ആഗ്രഹിക്കുന്നു. സുതൻ പറഞ്ഞു, മഹാജ്ഞാനികളെ, ഞാനിപ്പോൾ നാരദൻ സനത് കുമാരനോട് ചോദിച്ചത് വിവരിക്കാം. അത് ശ്രദ്ധയോടെ കേൾക്കുക. നാരദൻ പറയുന്നു, ഗംഗയുടെ പുണ്യകഥ കേട്ട ഞാൻ ഭാഗ്യവാനാണ്. ഇനി ശ്രീഹരിയെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന വ്രതത്തെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് ദയവായി എന്നോട് പറയൂ. സനത് കുമാരൻ പറഞ്ഞു, ഹേ നാരദരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്കൾ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആചാരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്. മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഈ ആചാരങ്ങളെയും വ്രതങ്ങളെയും കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പ്രതിപാദിക്കുന്നത്. ഹേ നാരദരെ, മാർഗശീർഷ മാസത്തിലെ, അതായത് മകരമാസത്തിലെ ശുക്ലപക്ഷത്തിൽ, അതായത് പ്രകാശപൂരിതമായ ഘട്ടത്തിൽ 12-ാം ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥയുണ്ട്. വെള്ളയോ മഞ്ഞയോ വസ്ത്രം ധരിച്ച് ഈ ആരാധന നടത്താം. പൂജാവേളയിൽ കേശവായ നമസ്തുഭ്യം എന്ന മന്ത്രം ചൊല്ലണം. നെയ്യ്, എള്ള് എന്നിവയുടെ വഴിപാടുകൾ പവിത്രമായ അഗ്നിയിൽ സമർപ്പിക്കണം. രാത്രിയിൽ ശാലീഗ്രാമത്തിനു മുൻപിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ഉണർന്നിരിക്കുകയും വേണം. അതിനുശേഷം വിഷ്ണു വിഗ്രഹം 5 ലിറ്റർ പാലിൽ അഭിഷേകം ചെയ്യണം. അതുപോലെ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും നൈവേദ്യവും ഭക്ഷിക്കാവുന്ന വസ്തുക്കളും ഉപയോഗിച്ച് 3 തവണ പൂജിക്കണം. അടുത്ത പ്രഭാതത്തിലും സമാനമായ ആരാധന നടത്തണം. ആരാധനയുടെ അവസാനം ബ്രാഹ്മണർക്ക് പാലും നെയ്യും തേങ്ങയും കൊണ്ട് ഉണ്ടാക്കിയ മധുര പലഹാരങ്ങൾ ദാനം ചെയ്യണം. ഭഗവാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും. ഒരു ബ്രാഹ്മണനെ കണ്ടാൽ അവസാനം നിങ്ങളുടെ നോമ്പ് അവസാനിപ്പിക്കണം. പൗഷമാസത്തിൽ, അതായത് ഇടവമാസത്തിൽ അതേ ദിവസം ഒരാൾ വ്രതം അനുഷ്ഠിക്കുകയും നമോ നാരായണ എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ പാലഭിഷേകം നടത്തുകയും ചെയ്യണം. ഈ ആരാധനയിലും രാത്രി മുഴുവൻ പ്രാർത്ഥനയും ജാഗ്രതയും ഉണ്ട്. ബ്രാഹ്മണർക്ക് അരി, പരിപ്പ്, നെയ്യ് മുതലായവ ദാനം ചെയ്ത് ആദരവോടെ ഭക്ഷണം നൽകുകയും അവസാനം വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുകയും ചെയ്യണം. ദക്ഷിണദാനം നിർബന്ധമാണ്. അതുപോലെ മാഘമാസത്തിലെ, അതായത് മിഥുനമാസത്തിലെ അതേ ദിവസം പകൽ വ്രതവും ആരാധനയും അതിലൊരു വ്യവസ്ഥയുമുണ്ട്. ഇത്തവണ 5 കിലോ എള്ള് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു. ആവശ്യമായ മന്ത്രം ഗോവിന്ദായ നമസ്തുഭ്യമാണ്. ഫൽഗുന മാസത്തിലെ, അതായത് കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ 12-ാം ദിവസം ശ്രീഹരിയുടെ വിഗ്രഹത്തെ 5 ലിറ്റർ പാലിൽ അഭിഷേകം ചെയ്യണം. പിന്നീട് 108 തവണ എള്ളും നെയ്യും പുണ്യ അഗ്നിയിൽ അർപ്പിക്കണം. രാത്രി പ്രാർത്ഥനകൾ, ബ്രാഹ്മണർക്കുള്ള ഭക്ഷണം മുതലായവ പതിവ് പോലെ. ഗോവിന്ദേ നമസ്തുഭ്യം എന്ന മന്ത്രം ചൊല്ലി ഈ ആരാധനയിൽ തൊണ്ടില്ലാത്ത അരി ദാനം ചെയ്യുന്നു. ചൈത്രമാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ അതേ ദിവസം വിഷ്ണു വിഗ്രഹം 5 ലിറ്റർ നെയ്യിൽ അഭിഷേകം ചെയ്ത് 108 പ്രാവശ്യം നമോസ്തു വിഷ്ണുവേ തുഭ്യം എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ തേൻ, നെയ്യ്, എള്ള് എന്നിവ കൊണ്ട് നിവേദ്യം ചെയ്യണമെന്ന് വ്യവസ്ഥയുണ്ട്.
തുടർന്ന് 4 കിലോ അരി ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. വൈശാഖ മാസത്തിന്റെ അതായത് കന്നിമാസത്തിന്റെ ശോഭയുള്ള ഘട്ടമായ 12-ാം ദിവസം വിഷ്ണു വിഗ്രഹത്തെ പാൽ അഭിഷേകം നടത്തി നമസ്തേ മധുഹന്തേ എന്ന മന്ത്രം 108 തവണ പാരായണം നടത്തി നെയ്യ് വഴിപാട് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. ജ്യേഷ്ഠമാസത്തിന്റെ അതായത് തുലാമാസത്തിന്റെ ശോഭയുള്ള ഘട്ടത്തിലെ 12-ാം ദിവസം നമഃ ത്രിവിക്രമായ എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ 108 തവണ ഖീർ അഥവാ 4 ലിറ്റർ പാലിൽ പാകം ചെയ്ത അരി സമർപ്പിക്കുവാനുള്ള വ്യവസ്ഥയുമുണ്ട്. ആഷാഢമാസത്തിലും അതായത് കുംഭമാസത്തിലും അതേ ദിവസം തന്നെ വിഷ്ണുവിന്റെ വിഗ്രഹത്തെ 4 ലിറ്റർ പാലിൽ അഭിഷേകം നടത്തണം. 20 മാൾപ്പുവകൾ അതായത് ഗോതമ്പ് പൊടി പാലിലും പഞ്ചസാരയിലും കുഴച്ച് നെയ്യിൽ വറുത്തത് ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. കൂടാതെ അവർക്ക് നെയ്യ് വഴിപാട് നടത്തുകയും തേങ്ങയും തൈരും ചേർത്ത ധാന്യങ്ങളും ദാനം ചെയ്യുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനനാണ് ഈ ആരാധന. അതിനാൽ ഈ ചടങ്ങിലുടനീളം നമസ്തേ വാമനായ എന്ന മന്ത്രം ചൊല്ലുന്നു. അടുത്ത ആരാധനയിൽ രാത്രി മുഴുവൻ പ്രവർത്തനങ്ങളും അർപ്പണവുമുണ്ട്. ബ്രാഹ്മണർക്ക് അരി, പരിപ്പ്, നെയ്യ് മുതലായവ ദാനം ചെയ്ത് ആദരവോടെ ഭക്ഷണം നൽകുകയും അവസാനം അദ്ദേഹത്തിന്റെ വ്രതം അവസാനിപ്പിക്കുകയും വേണം. അതോടൊപ്പം ദക്ഷിണദാനം നിർബന്ധമാണ്. ശ്രാവണ മാസത്തിലെ അതായത് മീനമാസത്തിലെ ശോഭയുള്ള ഘട്ടത്തിന്റെ 12-ാം ദിവസം ഭഗവാന്റെ വിഗ്രഹത്തെ പാലും തേനും ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട്. തുടർന്ന് 108 തവണ വഴിപാടുകളോടൊപ്പം ശ്രീധരായ നമോസ്തുതേ എന്ന മന്ത്രവും പാരായണം ചെയ്യുന്നു. ഭദ്രപാദ മാസത്തിലെ അതായത് മേടമാസത്തിലെ 12-ാം ദിവസം ഹൃഷികേശ നമസ്തുഭ്യം എന്ന മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം പാലാഭിഷേകം നടത്തണം. തുടർന്ന് 4 ലിറ്റർ പാലും വസ്ത്രങ്ങളും 2 സ്വർണ്ണ കമ്മലുകളും ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. തുടർന്ന് 108 തവണ വഴിപാടുകളായി വേവിച്ച ധാന്യങ്ങളിൽ തേൻ ചേർത്തുണ്ടാക്കുന്ന വിഭവം സമർപ്പിക്കുന്നു. ബ്രാഹ്മണർക്ക് ആദരവോടെ ഭക്ഷണം നൽകുന്നതിന് പുറമെ സ്വർണത്തോടൊപ്പം ഗോതമ്പും ദാനം ചെയ്യുന്നു. അശ്വിന മാസത്തിലും അതായത് വൃശ്ചിക മാസത്തിലും ഭഗവാന്റെ വിഗ്രഹം 5 ലിറ്റർ പാലിൽ അഭിഷേകം നടത്തണം. പിന്നെ നെയ്യ്, എള്ള്, അരി എന്നിവ നമസ്തേ പത്മനാഭായ എന്ന മന്ത്രം പാരായണം ചെയ്ത് 108 വഴിപാടുകൾ അർപ്പിക്കുന്നു. കാർത്തിക മാസത്തിൽ അതായത് ധനുമാസത്തിൽ 12-ാം നാളിൽ ഭഗവാന്റെ വിഗ്രഹത്തെ നമോ ദാമോദരായ എന്ന മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് 4 ലിറ്റർ പാലോ തൈരോ നെയ്യോ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നതോടൊപ്പം 250 ഗ്രാം തേൻ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. പിന്നെ തേനും നെയ്യും ചേർത്ത എള്ളുകൊണ്ടുള്ള 108 വഴിപാടുകളും യോഗ്യനായ ഒരു ബ്രാഹ്മണന് 5 തരം ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് ഈ ആരാധന അവസാനിപ്പിക്കുന്നു. ഓ മുനിവര്യന്മാരെ, ഒരു വർഷത്തിലെ 12 മാസവും ഈ പുണ്യവ്രതം അനുഷ്ഠിക്കുന്നവർ പരമമായ വാസസ്ഥലം പ്രാപിക്കുന്നു. 1-2 മാസം മാത്രം ഈ വ്രതം അനുഷ്ഠിക്കുന്നതും ഒരുപോലെ ഗുണം ചെയ്യും. ഈ വ്രതാനുഷ്ഠാനം ഒരു വർഷത്തേക്ക് ആചരിച്ചാൽ ജീവിതത്തിൽ വീണ്ടും അത് ആചരിക്കാതിരിക്കുവാൻ അവസാനം ഒരു പ്രത്യേക ചടങ്ങുണ്ട്. മാർഗശീർഷക മാസത്തിലെ അതായത് മകരമാസത്തിലെ ചന്ദ്രന്റെ ഇരുണ്ട ഘട്ടത്തിന്റെ 12-ാം ദിവസത്തിലാണ് ഈ സമാപന ചടങ്ങ് നടത്തുന്നത്. അന്നേ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുകയും പതിവ് ജോലികളിൽ പങ്കെടുത്തതിന് ശേഷം ഒരാൾ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി നിലത്ത് ചതുരാകൃതിയിലുള്ള യാഗപീഠം ഒരുക്കണം. ഈ യാഗപീഠം മുഴങ്ങുന്ന മണികൾ, കൊടികൾ, തോരണങ്ങൾ, വെളുത്ത തുണികൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം. യാഗപീഠത്തിന്റെ 4 മൂലകളിലും 4 വിളക്കുകൾ കത്തിച്ചു വെക്കണം. യാഗപീഠത്തിന്റെ മധ്യഭാഗത്ത് ഒരു സർവ്വദേഭദ്ര ചക്രം വരച്ച് അതിൽ വെള്ളം നിറച്ച 12 കലശങ്ങൾ വെക്കണം. ഈ കലശങ്ങളിൽ 5 തരം രത്നങ്ങൾ ഇട്ട് വെള്ള തുണി കൊണ്ട് മൂടണം. ആരാധകൻ ലക്ഷ്മിയുടെയും വിഷ്ണുവിന്റെയും വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ വിഗ്രഹങ്ങൾ വാങ്ങുകയും കലശം അടച്ചതിന്റെ മുകളിൽ വെക്കുകയും വേണം. ആചാരത്തിൽ മിതത്വം പാലിക്കരുത്. ഈ വിഗ്രഹങ്ങളെ നെയ്യ്, തേൻ, തൈര്, 5 തരം ഉണക്ക ഫലങ്ങൾ എന്നിവ അടങ്ങിയ പാലിൽ അഭിഷേകം ചെയ്യണം. ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ശരിയായ രീതിയിൽ ആരാധിക്കുകയും ഈ ആരാധന രാത്രി മുഴുവൻ തുടരുകയും വേണം. പിറ്റേന്ന് രാവിലെ നേരത്തെ പറഞ്ഞ 12 മന്ത്രങ്ങളും ഉരുവിട്ട് എള്ളുകൊണ്ട് വഴിപാടുകൾ അർപ്പിക്കണം. 10 മൽപ്പുവകളും തൈര്, കീർ, നെയ്യ് മുതലായവ 12 ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. അവസാനം എല്ലാ വിഗ്രഹങ്ങളും മറ്റു സാമഗ്രികളും ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പുരോഹിതനെ ഏൽപ്പിക്കുന്നു. ഭക്തൻ എല്ലാം കഴിഞ്ഞ് അത്താഴം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്. ഈ 12 വ്രതാനുഷ്ഠാനങ്ങളും യഥാവിധി ആചരിക്കുകയും യഥാവിധി സമാപിപ്പിക്കുകയും ചെയ്യുന്നവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും അവൻ 21 തലമുറകളോടൊപ്പം വിഷ്ണുവിന്റെ വാസസ്ഥലം നേടുകയും ചെയ്യും. സനത് കുമാരൻ പറയുന്നു, അല്ലയോ ഋഷിമാരിൽ മഹാനെ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒരു ഉത്തമ വ്രതത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത്. പൂർണ്ണചന്ദ്രദിനത്തിലെ വ്രതം എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. അത് ഏത് ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിലേക്ക് നയിക്കുകയും കഠിനമായ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്വാദശിയിലെ വ്രതം പോലെ ഈ വ്രതവും മാർഗശീർഷ മാസം അതായത് മകരമാസം മുതൽ ആരംഭിക്കുകയും തുടർന്നുള്ള മാസങ്ങളിലെ എല്ലാ പൗർണമി ദിനങ്ങളിലും ശരിയായ ആചാരങ്ങളുടെ കാർത്തിക അതായത് ധനുമാസം വരെ തുടർച്ചയായി ആചരിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ മാർഗശീർഷ മാസത്തിലെ പൗർണമി നാളിൽ രാവിലെ മുതൽ വെള്ളവസ്ത്രം ധരിച്ച് നമോ നാരായണ മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ തുടങ്ങണം.
ആരാധനയ്ക്ക് ശേഷം ഭക്തൻ ചതുരാകൃതിയിലുള്ള യാഗപീഠത്തിൽ പാകം ചെയ്ത ധാന്യങ്ങൾ, എള്ള്, നെയ്യ് മുതലായവ ഉപയോഗിച്ച് വഴിപാടുകൾ അർപ്പിക്കണം. വെളുത്ത പൂക്കൾ, പൊട്ടാത്ത നെൽക്കതിർ, വെള്ളം എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഉദിക്കുന്ന പൂർണ്ണചന്ദ്രനും ഇതേ സാധനങ്ങൾ സമർപ്പിക്കുന്നു. ഒരു ഭക്തൻ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങൾ ആലപിച്ചും മറ്റും രാത്രി തള്ളി നീക്കണം. അടുത്ത ദിവസം സാധാരണ പൂജകൾ നടത്തിയ ശേഷം ബ്രാഹ്മണർക്ക് ദാനകർമ്മം നിർവഹിക്കുന്നു. വ്രതാനുഷ്ഠാനം ആചരിക്കുന്നതിന് എല്ലാ മാസവും ഒരേ ആചാരങ്ങൾ നടത്തണം. കാർത്തിക, അതായത് ധനുമാസത്തിലെ പൗർണമി നാളിൽ ഈ വ്രതം പര്യവസാനിപ്പിക്കുന്നതിനുള്ള ആചാരങ്ങളും വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഭക്തൻ ഒരു ചതുരാകൃതിയിലുള്ള മേലാപ്പ് അഥവാ മേൽക്കെട്ടി നിർമ്മിച്ച് പുഷ്പമാലകൾ, കമാനങ്ങൾ, വിളക്കുകൾ, ചായില്യം, കണ്ണാടി, തോരണങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിക്കണം. മേൽക്കെട്ടിയുടെ മധ്യഭാഗത്തും നിലത്തും 5 തൂണുകൾ കൊണ്ടുള്ള സർവതോഭദ്ര ചക്രം വരയ്ക്കണം. ഈ ചക്രത്തിൽ 1 മുതൽ 12 വരെ കലശങ്ങൾ സൂക്ഷിക്കുകയും ഈ കലശങ്ങളിൽ വിഷ്ണുവിന്റെ വെള്ളിയിലോ സ്വർണത്തിലോ ഉള്ള വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. തൈര്, നെയ്യ്, തേൻ, 5 തരം ഉണക്കഫലങ്ങൾ എന്നിവ അടങ്ങിയ പാലിനാലാണ് ഈ വിഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യേണ്ടത്. തുടർന്ന് ഈ വിഗ്രഹങ്ങൾക്ക് ശരിയായ വിപുലമായ ആരാധന നടത്തുന്നു. ഭക്തിഗാനങ്ങൾ ആലപിച്ച് രാത്രി തള്ളി നീക്കുന്നു. പിറ്റേന്ന് രാവിലെയും ശരിയായ പൂജാവിധികൾക്ക് ശേഷം ഈ വിഗ്രഹങ്ങൾ പുരോഹിതന് ദാനം ചെയ്യണം. തുടർന്ന് ബ്രാഹ്മണർക്ക് അന്നദാനം, എള്ള് വഴിപാടായി ഹവനം നടത്തുന്നതോടെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കും. ശരിയായ ആചാരങ്ങളോടെ ഈ ആരാധനകൾ അനുഷ്ഠിക്കുന്നവർ ആജീവനാന്തം ലൗകിക സുഖം അനുഭവിക്കുകയും മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം നേടുകയും ചെയ്യുന്നു. സനത്കുമാരൻ തുടർന്നു, ഹേ നാരദരെ, മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ അടുത്തതായി ഞാൻ കൊടിയേറ്റ വ്രതത്തെ വിവരിക്കുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയെ ബ്രഹ്മാവും മറ്റു ദേവതകളും പോലും ആരാധിക്കും. 1000 ക്യാരറ്റ് സ്വർണം ബ്രാഹ്മണന് ദാനം ചെയ്യുന്നതിനോ ഗംഗയിൽ കുളിച്ച് ശിവലിംഗത്തെയും തുളസി തൈകളെയും പൂജിക്കുന്നതിനോ തുല്യമായ പുണ്യമാണ് ഈ വ്രതം നൽകുന്നത്. കാർത്തിക, അതായത് ധനുമാസത്തിലെ ചന്ദ്രന്റെ ശോഭയുള്ള ദശയുടെ 10-ാം ദിവസം ഭക്തർ ഈ വ്രതം ആചരിക്കണം. രാവിലെ മുതൽ കുളിച്ച് പുത്തൻ വസ്ത്രം ധരിച്ച് ശ്രീഹരിയെ ആരാധിക്കണം. അന്ന് അദ്ദേഹം വിഗ്രഹത്തിന് മുൻപാകെ ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ആരാധന നടത്തണം. 4 ബ്രാഹ്മണർക്കൊപ്പം നന്ദി ശ്രാദ്ധം ചൊല്ലുകയും 2 പതാകകളുള്ള കൊടിമരം അഭിഷേകം ചെയ്യുകയും വേണം. ആ സന്ദർഭത്തിൽ ഭക്തൻ സൂര്യനെയും ചന്ദ്രനെയും ഗരുഡനെയും ആരാധിക്കണം. അതിനുശേഷം മഞ്ഞൾ, ചന്ദനം എന്നിവ കൊടിമരത്തിൽ തേക്കുകയും അവയിൽ വെളുത്ത പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഭക്തൻ നിലത്ത് ചാണകം പുരട്ടി ഒരു യാഗപീഠത്തിൽ തീ ഉണ്ടാക്കണം. ഈ അഗ്നിയിൽ നെയ്യിനാൽ 108 തവണ വഴിപാടുകൾ നടത്തുന്നു. അങ്ങനെ ചെയ്യുന്ന അഗ്നികുണ്ഡം വിഷ്ണു, ബ്രഹ്മാവ്, ലക്ഷ്മി എന്നിവരെ ഉദ്ദേശിച്ചാണ്. തുടർന്ന് 8 പ്രാവശ്യം വെണ്ണയായ സ്വാഹ എന്ന് പാരായണം ചെയ്യുന്നു. പിന്നീട് സൂര്യനും ചന്ദ്രനും കാമധേനുവിനുമുള്ള വഴിപാടുകളാണ് ചെയ്യേണ്ടത്. ആരാധനയും അഗ്നി വളർത്തലും നടത്തി രാത്രി കടന്നു പോകുന്നു. പിറ്റേന്ന് രാവിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുവാനുള്ള അതേ ആചാരങ്ങൾ നടത്തുന്നു. അവസാനം പതാകകൾ മഹാവിഷ്ണുവിന്റെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അത് ഗോപുരത്തിലോ സ്തൂപത്തിലോ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ മഹാവിഷ്ണുവിനെ ശരിയായ ആചാരങ്ങളോടെയാണ് ആരാധിക്കുന്നത്. ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ബ്രാഹ്മണർക്ക് വസ്ത്രവും ദക്ഷിണയും നൽകിയ ശേഷം അവർക്ക് ഭക്ഷണം നൽകുകയും അതേ ഭക്ഷണം കഴിക്കുകയും വേണം. ആ പതാകകൾ വായുവിൽ പാറുന്നിടത്തോളം കാലം ഭക്തന്റെ പാപങ്ങൾ നശിച്ച് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം പ്രാപിക്കുമെന്ന് പറയപ്പെടുന്നു. നാരദരപ്പോൾ പറഞ്ഞു, ഹേ സനത്കുമാര, സുമിത് രാജാവാണ് ആദ്യമായി ഈ കൊടിയേറ്റ ഉപവാസം നടത്തിയത്. ദയവായി അദ്ദേഹത്തിന്റെ ജീവിതകഥയും എനിക്ക് പറഞ്ഞു തരൂ. സനത്കുമാരൻ പറഞ്ഞു, സത്യയുഗത്തിലെ ഒരു ചന്ദ്രവംശി രാജാവായ സുമിത് ഭൂമിയെ മുഴുവൻ ഭരിച്ചു. അദ്ദേഹം തീവ്ര മതഭക്തനും മഹാവിഷ്ണുവിന്റെ വലിയ ആരാധകനുമായിരുന്നു. മറ്റുള്ള ഭക്തരെയും ആദരവോടെ സേവിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണ് സുമിത്. അദ്ദേഹത്തിന്റെ രാജ്ഞി സത്യമതി ശുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. ഇരുവരും ശ്രീഹരിയുടെ മഹത് ഭക്തർ തന്നെ. അവർക്ക് അവരുടെ മുൻജന്മ ജ്ഞാനമുണ്ടായിരുന്നു. പതിവായവർ ധാന്യങ്ങളും ജലവും ദാനം ചെയ്തു. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ശുദ്ധമായ വികാരത്തോടെ സത്യമതി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ മാസത്തിലെയും ശോഭനമായ 12-ാം ദിവസം രാജാവ് ക്ഷേത്രത്തിൽ വലുതും മനോഹരവുമായ ഒരു പതാക സ്ഥാപിക്കും. അവരുടെ കീർത്തി 3 ലോകങ്ങളിലും എത്തിയിരുന്നു. ഒരു ദിവസം വിഭാന്തകമുനി തന്റെ ശിഷ്യന്മാരോടൊപ്പം രാജാവിനെ കാണുവാൻ ആഗതനായി. രാജാവും രാജ്ഞിയും മുനിയോട് ആദരവോടെ പെരുമാറി. രാജാവ് മുനിയുടെ മുൻപാകെ താഴത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു. രാജാവ് വിനയാന്വിതനായിക്കൊണ്ട് പറഞ്ഞു, മുനെ, ഞാൻ സായുജ്യമടഞ്ഞിരിക്കുന്നു. ഞാൻ താങ്കളെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കുക. മഹർഷി മൊഴിഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയിൽ വളരെ സന്തുഷ്ടനാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും. അവയ്ക്ക് സത്യസന്ധമായി ഉത്തരം പറയുക.
അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ ഇനിയും നിരവധി ആചാരങ്ങൾ നിലനിൽക്കെ നിങ്ങൾ പതിവായി വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വലുതും മനോഹരവുമായ ഒരു പതാക സ്ഥാപിക്കുന്നു. നിങ്ങളുടെ ഈ പ്രവൃത്തിയുടെ കാരണം എന്താണ്? എന്നോട് പറയൂ. ഹേ മഹർഷേ, എൻ്റെ പ്രവൃത്തിയുടെ കാരണം ഞാൻ പറയാം. ദയവ് ചെയ്ത് ശ്രദ്ധയോടെ കേൾക്കുക. മുൻ ജന്മത്തിൽ ഞാൻ മാലിനി എന്ന ശൂദ്രനായിരുന്നു. എപ്പോഴും കഠിനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും ഉപേക്ഷിച്ച് പലായനം ചെയ്തു. ഒരു വനത്തിൽ കുടിയേറി മാനിന്റെ മാംസം ഭക്ഷിച്ച് ഞാൻ എന്നെ നിലനിർത്തുമ്പോഴും വഴിപോക്കരെ കൊള്ളയടിക്കുക പതിവായിരുന്നു. ഒരു ദിവസം എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല. വഴിപോക്കരുടെ മേൽ കൈവയ്ക്കാൻ കഴിഞ്ഞില്ല. വേനൽ ചൂടിലെ ചുട്ടുപൊള്ളുന്ന വെയിൽ എൻ്റെ ദുരിതം വർദ്ധിപ്പിച്ചു. ദാഹവും വിശപ്പും കഠിനമായ ചൂടും കൊണ്ട് ഞാൻ അസ്വസ്ഥനായി. അങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ പൊടുന്നനെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഉരുണ്ടു വീണു. അവിടെ വളരെ കാലമായി വിജനമായിരുന്നു. വളരെയധികം ജീർണാവസ്ഥയിലുമായിരുന്നു. ക്ഷേത്രത്തിനടുത്തായി ഒരു ചെറിയ തടാകവും ഉണ്ടായിരുന്നു. തടാകത്തിൽ ഹംസം, താറാവ് തുടങ്ങിയ മനോഹരമായ പക്ഷികൾ നീന്തി തുടിക്കുന്നു. രുചികരമായ പഴങ്ങളും സുഗന്ധമുള്ള പൂക്കളും ആ കാട്ടിൽ സമൃദ്ധമായിരുന്നു. ആ വീഴ്ചയിൽ ക്ഷീണം അധികരിച്ചതിനാൽ നിലത്ത് വീണുകിടക്കുന്ന പഴങ്ങൾ ഞാൻ ഭക്ഷിച്ചു. പിന്നെ ശക്തി ആർജിച്ച് തടാകക്കരയിൽ വിശ്രമിച്ചു. അന്നു മുതൽ ഞാൻ ക്ഷേത്രത്തിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ ഞാൻ മതിലുകൾ നന്നാക്കുകയും പരിസരം വൃത്തിയാക്കുകയും എനിക്കായി ഒരു കുടിൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ടും വിശപ്പടക്കുവാൻ ഞാൻ ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. 20 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം വിന്ധ്യാചലിലെ ഒരു നിഷാദ കുടുംബത്തിൽ നിന്നുള്ള അവകോകില എന്ന സ്വാതി, അതായത് ഒരു സ്ത്രീ സന്യാസി അവിടെ വന്നു. അവൾ ഉൾപ്പെട്ട ദുഷ്പ്രവർത്തികൾ കാരണം അവളുടെ കുടുംബാംഗങ്ങൾ അവളെ ഉപേക്ഷിച്ചു. തുടർച്ചയായ പട്ടിണി കാരണം അവർ എല്ലും തോലുമായിരുന്നു. അവളോട് സഹതാപം തോന്നി കുറച്ച് പഴങ്ങളും മാംസവും കഴിക്കാൻ കൊടുത്തു. അവൾ സുഖം പ്രാപിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ അവൾ അവളുടെ കഥ എന്നോട് പറഞ്ഞു. ഞാനത് അതേപടി നിങ്ങളോട് വിവരിക്കാം. സ്വാതി പറഞ്ഞു, ഞാൻ കടത്തുകാരൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത്. ദാരുകൻ എൻ്റെ പിതാവായിരുന്നു. ഞാൻ വലിയ കാപട്യക്കാരിയും കള്ളിയും പാപിയുമായിരുന്നു. അതിനാൽ എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു. കുറച്ചുകാലം എൻ്റെ ഭർത്താവ് എന്നെ പരിപാലിച്ചെങ്കിലും അദ്ദേഹവും പിന്നീട് മരിച്ചു. അന്നു മുതൽ ഈ സ്ഥലത്തെത്തുന്നതുവരെ ഞാൻ അലഞ്ഞു തിരിയുകയാണ്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അവളുടെ കഥ കേട്ട ഞാൻ അവളെ വിവാഹം കഴിച്ചു. ഒരുമിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞങ്ങൾ മാംസവും പഴവും ഭക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം വീഞ്ഞിൻ്റെ ലഹരിയിൽ ഞങ്ങൾ ഏറെ സമയം ആസ്വദിച്ചു. ശാരീരിക അവസ്ഥ പോലും മറന്ന് ഞങ്ങൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് യമന്റെ ദൂതന്മാർ അവിടെയെത്തി ഞങ്ങൾക്ക് ചുറ്റും കുരുക്കുകൾ മുറുക്കാൻ തുടങ്ങി. അതേസമയം ശ്രീഹരിയും തൻ്റെ പ്രതിനിധികളെ അങ്ങോട്ടയച്ചു. വിഷ്ണുവിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു, ഹേ വിവേകശൂന്യരായ യമദൂതന്മാരെ, ഈ മഹാഭക്തരെ മോചിപ്പിക്കുക. അപ്പോൾ യമദൂതന്മാർ, ഇവർ കൊടും പാപികളാണ്. ഇവരെ ഞങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം കൊണ്ടുപോകും. ഈ വാക്കുകൾ വിഷ്ണുവിൻ്റെ ദൂതന്മാരെ പ്രകോപിപ്പിച്ചു. അവർ പാപികളല്ല, അവർ മഹാഭക്തരും മഹാവിഷ്ണുവിൻ്റെ സേവകരുമാണ്. ഈ മനുഷ്യൻ ക്ഷേത്രത്തിൽ പതാക സ്ഥാപിക്കുമ്പോൾ ഈ സ്ത്രീ നൃത്തം ചെയ്തു. അതിനാൽ അവരുടെ പാപങ്ങൾ നശിച്ചു, അവരുടെ പാപങ്ങൾ ക്ഷയിച്ചു. അവർ ഇപ്പോൾ പരമമായ വാസസ്ഥലത്തേക്കുള്ള അവകാശം നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ 32 വർഷമായി അവർ ഈ ക്ഷേത്രത്തെ സേവിക്കുന്നു. അങ്ങനെ തർക്കിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ ദൂതന്മാർ യമന്റെ ദൂതന്മാരുടെ കുരുക്കുകൾ പൊട്ടിച്ചുകൊണ്ട് ഒരു ദിവ്യ വിമാനത്തിൽ ഞങ്ങളെ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. സുമിത് രാജാവിൽ നിന്നുള്ള ഈ കഥ കേട്ട വിഭാന്തക മുനി അത്യധികം സന്തോഷത്തോടെയും ആത്മനിർവൃതിയാലും വനത്തിലേക്ക് മടങ്ങി. സനത് കുമാരൻ മറ്റൊരു വിഷ്ണു വ്രതമായ പരിപഞ്ചക വ്രതത്തെക്കുറിച്ച് നാരദനോട് പറയുവാൻ തുടങ്ങി. ഈ വ്രതം എല്ലാ ലോകങ്ങളിലും അപൂർവമാണ്. ഭക്തന്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുകയും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ജീവിതത്തിന്റെ 4 ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാർഗശീർഷ മാസത്തിൽ, അതായത് മകരമാസത്തിൽ ചന്ദ്രന്റെ വളർച്ചയുടെ 10ാം ദിവസം മുതൽ പൗർണമി ദിവസം വരെയുള്ള 5 ദിവസങ്ങളിലായി ഹരിപഞ്ചക വ്രതം ആചരിക്കുന്നു. ആദ്യ ദിവസം രാവിലെ മഹാവിഷ്ണുവിനെ പൂജിച്ച ശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്നു. വൈകുന്നേരത്തെ സാധാരണ ഭക്ഷണത്തോടെ വ്രതം അവസാനിപ്പിക്കണം. പിറ്റേന്ന് ഭഗവാന്റെ വിഗ്രഹം നെയ്യ്, തൈര്, തേൻ, 5 തരം ഉണക്കഫലങ്ങൾ തുടങ്ങിയവ അടങ്ങിയ പാലിനാൽ അഭിഷേകം നടത്തണം. വ്രതാനുഷ്ഠാനത്തിൽ പ്രതിജ്ഞകൾ ചൊല്ലുകയും അവ വിജയകരമായി പൂർത്തീകരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ രാത്രി മുഴുവനും പൗർണമി വരെയുള്ള തുടർന്നുള്ള രാത്രികളിലും ഭഗവാന്റെ നാമം ചൊല്ലിയും ഭക്തിഗാനങ്ങൾ ആലപിച്ചും രാത്രി തള്ളി നീക്കണം. നെയ്യ്, തൈര്, തേൻ, ഉണക്കഫലങ്ങൾ എന്നിവ പാലിൽ ചേർത്ത് രാവിലെ ഭഗവാന്റെ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്നത് പൗർണമി വരെ ദിവസവും തുടരണം. പൗർണമി നാളിൽ എള്ള് വഴിപാടും ദാനവും നൽകി ഹവനം നടത്തുന്നു. 6ാം ദിവസം ഭക്തൻ പഞ്ചഗവ്യം പാനം ചെയ്യുകയും ശ്രീഹരിയെ ആരാധിക്കുകയും ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും അതിനുശേഷം മാത്രം ആരാധകൻ ഉരിയാടാതെ ഭക്ഷണം കഴിക്കുകയും വേണം.
ഈ വ്രതം എല്ലാ മാസവും കാർത്തിക വരെ ആചരിക്കുകയും അടുത്ത വർഷം മാർഗശീർഷ മാസത്തിൽ, അതായത് മകരമാസത്തിൽ സമാപന ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. സമാപന ചടങ്ങുകളിൽ 11-ാം ദിവസം പകൽവ്രതം അനുഷ്ഠിക്കുകയും 12-ാം ദിവസം പഞ്ചഗവ്യം മാത്രം കഴിക്കുകയും വേണം. അതിനുശേഷം വിഷ്ണു ആരാധന നടത്തിയ ശേഷം തേൻ, നെയ്യ്, പഴങ്ങൾ, ഖീർ, ജലകുംഭം കൂടാതെ 5 ആഭരണങ്ങൾ അടങ്ങിയ ഒരു ഉപഹാരവും ബ്രാഹ്മണർക്ക് നൽകണം. അതോടൊപ്പം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകി പോഷിപ്പിക്കുകയും ചെയ്യണം. ഓ നാരദരെ, ഈ ഹരിപഞ്ചക വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരിക്കലും ബ്രഹ്മലോകത്തിൽ നിന്നും മടങ്ങിവരില്ല. മോക്ഷം ആഗ്രഹിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. അഗ്നി വനത്തെ നശിപ്പിക്കുന്നത് പോലെ ഹരിപഞ്ചക വ്രതാനുഷ്ഠാനം നമ്മുടെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ദശലക്ഷക്കണക്കിന് പശുക്കളെ ദാനം ചെയ്ത് നേടുന്ന പുണ്യത്തിന് തുല്യമായ പുണ്യം ഹരിപഞ്ചക വ്രതാനുഷ്ഠാനത്താൽ ലഭിക്കും. സനത് കുമാരൻ തുടർന്നു, ലോകത്തിൻ്റെ പ്രയോജനത്തിനായി ഇപ്പോൾ മികച്ച ഉപവാസം ഞാൻ ഉപദേശിക്കുകയാണ്. നാരദനത് ശ്രദ്ധയോടെ ശ്രവിക്കണം. ഇത് ആഷാഢം അഥവാ കുംഭം, ശ്രാവണം അഥവാ മീനം, ഭദ്രപദം അഥവാ മേടം, അശ്വിനം അഥവാ വൃശ്ചിക മാസങ്ങളിൽ പരിശീലിക്കണം. ഈ മാസത്തിലെ ചന്ദ്രന്റെ തിളക്കമാർന്ന ഘട്ടത്തിലെ ഏതു ദിവസവും ഭക്തൻ പഞ്ചഗവ്യം കുടിക്കുകയും മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ സമീപത്ത് സമയം ചിലവഴിക്കുകയും ചെയ്യണം. തുടർന്ന് ജ്ഞാനികളായ ബ്രാഹ്മണരുടെ മാർഗനിർദ്ദേശത്തിൽ തിരുവെഴുത്തുകൾ പാരായണം ചെയ്യുന്നത് ഒരു മാസം മുഴുവൻ ഉണ്ടായേക്കാവുന്ന അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിൽ നിന്ന് ഒരാളെ സംരക്ഷിക്കാൻ ആവശ്യമായ നേർച്ചകൾ നേരുന്നു. അതൻ പ്രകാരം ഭക്തൻ ഒരു മാസത്തേക്ക് ഒരു ക്ഷേത്രത്തിൽ നിത്യസന്ദർശനം നടത്തണം. എല്ലാ ദിവസവും തേൻ, നെയ്യ്, തൈര്, ഉണങ്ങിയ ഫലങ്ങൾ എന്നിവ ചേർത്ത പാലിനാൽ വിഷ്ണു വിഗ്രഹത്തെ അഭിഷേകം നടത്തണം. ടൂത്ത് പേസ്റ്റ്, സോപ്പ് പോലുള്ള കൃത്രിമ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ സ്വാഭാവിക രീതിയിൽ അവർ തങ്ങളുടെ ജീവിതശൈലി തുടരേണ്ടതുണ്ട്. തുടർന്ന് ഒരു ബ്രാഹ്മണനെ ഊട്ടുകയും അവർക്ക് ദക്ഷിണ നൽകുകയും വേണം. വ്രതാനുഷ്ഠാനം അനുസരിച്ച് ഭക്തർ കുറഞ്ഞത് 12 ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും ആഭരണങ്ങൾ ദാനം ചെയ്യുകയും വേണം. ഈ നോമ്പിൻ്റെ പുണ്യങ്ങൾ വളരെ വലുതാണ്. പുത്രനില്ലാത്ത വിധവ, തപസ്വിനി, ബ്രഹ്മചാരി, വാനപ്രസ്ഥി എന്നിവരെല്ലാം ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഓ നാരദരെ, ഓരോ മാസഘട്ടത്തിലുള്ള 11-ാമത്തെ ദിവസമായ ഏകാദശിയിലെ ഒരു ഉപവാസം ശ്രീഹരിയെ സന്തോഷിപ്പിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു. ഓരോ മാസത്തിൻ്റെയും 11-ാം ദിവസം കുടുംബത്തിലെ ഒരാൾ അത്താഴം കഴിക്കരുത്. 11-ാം നാൾ അത്താഴം കഴിക്കുന്നവർ കഠിനമായ പാപങ്ങൾ ചെയ്യുന്നു. ബ്രാഹ്മണനെ വധിക്കുന്നത് പോലുള്ള പാപങ്ങളിൽ നിന്ന് പോലും മോക്ഷം സാധ്യമാണ്. എന്നാൽ 11-ാം നാളിൽ അത്താഴം കഴിച്ചാൽ സംഭവിക്കുന്ന പാപങ്ങൾ ഇല്ലാതാക്കാൻ ഒരു മാർഗവുമില്ല. ഓരോ ഘട്ടത്തിൻ്റെയും 11-ാം ദിവസം ബ്രാഹ്മണർ വ്രതം അനുഷ്ഠിക്കണം. 10-ാം നാളിൽ ഏകാദശി വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ഭക്തൻ രാവിലെ ശ്രീഹരിയെ ശരിയായ ആചാരങ്ങളോടെ ആരാധിക്കുകയും രാത്രി വിഗ്രഹത്തിന് സമീപം കിടക്കുകയും വേണം. 11-ാം ദിവസം രാവിലെ ഭക്തൻ ശ്രീഹരിയെ ആരാധിക്കുകയും പകൽ വ്രതം അനുഷ്ഠിക്കുമെന്ന് ശപഥം ചെയ്യുകയും ഭഗവാനോട് ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. ഭക്തൻ ഭക്തിഗാനങ്ങൾ ആലപിച്ചും വേദങ്ങൾ പാരായണം ചെയ്തും കഴിയുമെങ്കിൽ നൃത്തം ചെയ്തും രാത്രി കടന്നു പോകണം. 12-ാം ദിവസം രാവിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കണം. പിന്നെ അവർ ബ്രാഹ്മണരെ പോറ്റുകയും ഒരാളുടെ ശക്തിപ്രകാരം സംഭാവനകൾ നൽകുകയും വേണം. 5 തരം യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് ഭക്തൻ തൻ്റെ ഉപവാസം അവസാനിപ്പിക്കണം. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഭക്തർ ദരിദ്രരെ കാണരുത്. ബ്രാഹ്മണരെ എതിർക്കുന്ന അത്തരക്കാരോട് സംസാരിക്കുന്നത് ഒഴിവാക്കുക. മാതാവിനേക്കാൾ വലിയൊരു ഗുരുവില്ല എന്നതുപോലെ ഗംഗയേക്കാൾ വിശുദ്ധമായ മറ്റൊരു തീർത്ഥാടന ഇടവുമില്ല. അതുപോലെ തന്നെ ഏകാദശി വ്രതത്തേക്കാൾ വലിയ വ്രതവുമില്ല. ഹേ നാരദരെ, ഞാനിപ്പോൾ ഒരു പഴയ കഥ പറയുകയാണ്. സശ്രദ്ധം ശ്രദ്ധിക്കുക. പുരാതന കാലത്ത് നർമ്മദാ നദിയുടെ തീരത്തുള്ള നിബിഡ വനത്തിൽ ഗാലവൻ എന്നൊരു മുനി താമസിച്ചിരുന്നു. അദ്ദേഹം അത്യധികം സമാധാനപ്രിയനും പ്രകൃതിയിൽ സത്യം നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനു ചുറ്റുമുള്ള വനം മനോഹരമായ ജന്തുജാലങ്ങളുടെയും യക്ഷന്മാരുടെയും ഗന്ധർവന്മാരുടെയും വിദ്യാധരന്മാരുടെയും ആവാസ കേന്ദ്രമായിരുന്നു. ഗാലവ മഹർഷി തപസ്സിലേർപ്പെട്ട് കാലം നീക്കി. അതേ രീതിയിൽ വളരെ കാലം അദ്ദേഹം അവിടെ അധിവസിച്ചു. മഹാവിഷ്ണുവിൻ്റെ മഹാഭക്തനും തൻ്റെ മുൻജന്മജ്ഞാനവുമുള്ള ഭദ്രശീലൻ എന്നു പേരുള്ള ഒരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഭദ്രദീപൻ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാറുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ലീലകൾ മതവികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. അവൻ വിഷ്ണുവിൻ്റെ ഒരു കളിമൺ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കും. എല്ലായ്പ്പോഴും വിഷ്ണുവിനെ ആരാധിക്കുവാനും എല്ലാ മാസത്തിലെയും 11-ാം ദിവസം ഉപവാസം അനുഷ്ഠിക്കുവാനും സുഹൃത്തുക്കളോട് നിർദ്ദേശിക്കുകയും ചെയ്യും. അതനുസരിച്ച് അവൻ്റെ സുഹൃത്തുക്കളും അവനെ അനുഗമിച്ചു. ആരാധനയ്ക്കിടെ ഭദ്രശീലൻ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായി പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രവർത്തനങ്ങൾ പിതാവായ ഗാലവനെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഗാലവൻ പറഞ്ഞു, അല്ലയോ ഭാഗ്യം ചെയ്തവനെ, യോഗികൾക്ക് പോലും നിൻ്റേതുപോലുള്ള ഈ സ്വഭാവം അപൂർവമായേ കാണുവാനാകൂ. നീ ശരിക്കും ഭദ്രശീലനാണ്. നീ എപ്പോഴും ഹരിയെ ആരാധിക്കുന്നു.
എല്ലാവർക്കും പ്രയോജനങ്ങൾ പ്രവർത്തിക്കുന്നു. ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കുന്നു. നിഷിദ്ധമായ പ്രവൃത്തികളിൽ നിന്നും നീ എപ്പോഴും അകലം പാലിക്കുന്നു. ഇത്രയും ശാന്തവും സംഘർഷരഹിതവുമായ മനസ്സ് നിനക്ക് എങ്ങനെ ലഭിച്ചു? ഞാനതിൽ വളരെയധികം സന്തോഷവാനാണ്. നിന്റെ നേട്ടങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ. ഭദ്രശീലൻ പറഞ്ഞു, പിതാവേ, എനിക്ക് എൻ്റെ മുൻജന്മത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. എൻ്റെ മുൻജന്മത്തിൽ യമൻ എന്നോട് മതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഗാലവനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. എൻ്റെ ഭാഗ്യവാനായ പുത്ര, നിന്റെ മുൻജന്മത്തിൽ നീ ആരായിരുന്നു? യമരാജൻ നിന്നോട് എന്താണ് പറഞ്ഞത്? ഭദ്രശീലൻ അവ വിവരിച്ചു. മഹാനായ മുനിവര്യനെ, ഞാൻ ചന്ദ്രവംശത്തിലെ ഒരു രാജാവായിരുന്നു. ധർമ്മകീർത്തിയിൽ നിന്നും ദത്താത്രേയനിൽ നിന്നും എനിക്ക് ജ്ഞാനം ലഭിച്ചു. ഞാൻ 1000 വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ചു. ഇക്കാലയളവിൽ ഞാൻ മതപരവും അല്ലാത്തതുമായ പല പ്രവൃത്തികളും ചെയ്തു. വഞ്ചകരുടെ കൂട്ടത്തിൽ ഒരു വ്യാജനായി ഞാനും കൂടി. നയതന്ത്രപരമായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ യാഗങ്ങൾ നശിപ്പിച്ചു. എൻ്റെ പ്രജകളും എന്നെ പിന്തുണയ്ക്കുകയും മതവിരുദ്ധമായി പെരുമാറുകയും ചെയ്തു. അവരുടെ ദുഷ്പ്രവൃത്തികളുടെ 6ാം ഭാഗം എനിക്ക് ലഭിച്ചു. ഒരു ദിവസം ഞാൻ കാട്ടിൽ വേട്ടയാടാൻ പോയി പല മൃഗങ്ങളെയും നിഗ്രഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദാഹവും വിശപ്പും കാരണം പരിഭ്രാന്തനായി. തുടർന്ന് ഞാൻ നർമ്മദയുടെ തീരത്തെത്തി. ഞാൻ വഴിതെറ്റി ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു. തീവ്രമായ സൂര്യൻ്റെ ചൂട് എൻ്റെ ശരീരത്തെ പൊള്ളിച്ചു. നർമ്മദ നദീതീരത്ത് ഏകാദശി വ്രതം ആചരിക്കാൻ വന്നവർ കണ്ടത് പട്ടിണി മൂലം തളർന്ന എന്നെയാണ്. ഞാൻ അവരോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി ഉണർന്നിരുന്നു. പക്ഷേ എനിക്ക് പട്ടിണിയും അവശതയും സഹിക്കാവുന്നതിലും അധികമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ മരിച്ചു. ഉഗ്രരൂപിണിയായ യമദൂതൻ എന്നെ യമരാജൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കാൻ യമരാജൻ ചിത്രഗുപ്തനോട് ആവശ്യപ്പെട്ടു. ചിത്രഗുപ്തൻ കുറച്ചുനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, യമരാജ, ഈ മനുഷ്യൻ ഒരു പാപിയാണെന്നത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനാലും ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ രാത്രി സഹവസിച്ചതിനാലും അവൻ പാപങ്ങളിൽ നിന്നും മുക്തനായി. ഈ വാക്കുകൾ കേട്ട യമരാജൻ എന്നെ വന്ദിക്കുകയും ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തൻ്റെ സേവകരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ദൂതന്മാരെ, എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ. ഞാൻ നിങ്ങളുടെ അറിവിനായി ചിലത് വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. മതപരമായ ചുമതലകളിൽ ഏർപ്പെടുന്ന ആരെയും ഒരിക്കലും എൻ്റെ അടുക്കൽ കൊണ്ടുവരരുത്. എപ്പോഴും ശ്രീഹരിയുടെ നാമം ജപിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. അകലെ നിന്ന് അവരെ വന്ദിക്കുക. ഇതാണ് എൻ്റെ കൽപ്പനയും നിങ്ങളെ ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതും. ഗുരുക്കന്മാരെ സേവിക്കുന്നവരെയും മതത്തെ സ്നേഹിക്കുന്നവരെയും നിസ്സഹായരായവരെയും ഭക്തനെ സേവിക്കുകയും ചെയ്യുന്ന ഒരുവൻ ആരോ അവരെയെല്ലാം ഒഴിവാക്കുക. മാതാവിനെ ദ്രോഹിക്കുന്നവരെയും ലോകത്തെ വെറുക്കുന്നവരെയും ക്ഷേത്രത്തിലെ സമ്പത്ത് അപഹരിക്കുന്നവരെയും ബ്രാഹ്മണരെ വധിക്കുന്നവരെയും ഏകാദശി വ്രതം അനുഷ്ഠിക്കാത്തവരെയും ക്ഷുഭിതന്മാരെയും എന്നെ വിമർശിക്കുന്നവരെയും മറ്റുള്ളവരോട് ശത്രുത വളർത്തുകയും ചെയ്യുന്ന എല്ലാവരെയും കൊണ്ടുവരിക. യമരാജന്റെ വാക്കുകൾ കേട്ട് എൻ്റെ ഉള്ളിൽ തപസ്സിൻ്റെ അഗ്നി ആളിക്കത്തിക്കാൻ തുടങ്ങി. ഈ തീ കൂടുതൽ തീവ്രമായി വളർന്നതിന് പ്രകാരം എൻ്റെ കൂടുതൽ പാപങ്ങൾ നശിപ്പിക്കപ്പെട്ടു. എനിക്ക് ശ്രീഹരിയുടെ രൂപം ലഭിച്ചു. യമരാജൻ പോലും എന്നെ ആദരവോടെ വണങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രതികരണം യമദൂതന്മാരെ അത്ഭുതപ്പെടുത്തുന്നു. എന്നോടുള്ള ആരാധനയാൽ യമരാജൻ എന്നെ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തേക്ക് ഒരു ദിവ്യ വിമാനത്തിൽ അയച്ചു. പ്രിയ പിതാവേ, ഞാനെൻ്റെ സമയം സന്തോഷവാനായി തള്ളി നീക്കി. കോടിക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ കടന്നുപോയി എന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ഇന്ദ്രലോകത്തെത്തി. അവിടെ ഞാൻ പല കൽപ്പങ്ങൾ ദേവന്മാരോടൊപ്പം വസിച്ചു. ഇത്രയും വലിയ അനുഭവത്തിന് ശേഷമാണ് ഞാൻ ഭൂമിയിലെത്തിയത്. എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുള്ളതിനാൽ ഞാൻ എപ്പോഴും ശ്രീഹരിയുടെ ആരാധനയിൽ മുഴുകുകയും മറ്റുള്ളവരെ ആ പാത പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ഏകാദശി വ്രതത്തിൻ്റെ ഗുണങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ മുൻ ജന്മങ്ങളെക്കുറിച്ചുള്ള അറിവ് കാരണം ഞാനതിൻ്റെ മഹത്വം ഉണരുന്നു. ഒരു ആഗ്രഹവുമില്ലാതെ ഞാൻ അത് നിരീക്ഷിച്ചു. യഥാർത്ഥത്തിൽ ഞാനൊരു വ്രതാനുഷ്ഠാനം നടത്തുകയാണെന്നത് അറിയാതെ അതിൻ്റെ പ്രതിഫലമായി ഇത്രയധികം എനിക്ക് ലഭിച്ചു. അതിനാൽ ആഗ്രഹത്തോടെ ഏകാദശി വ്രതം ആചരിച്ചാൽ ഒരാൾക്ക് എത്ര പ്രതിഫലം ലഭിക്കുമെന്ന് എനിക്ക് പറയുവാനാവില്ല. ശ്രീഹരിയെ ഭക്തിപൂർവ്വം ആരാധിക്കുകയും ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ മഹാവിഷ്ണുവിൻ്റെ പരമമായ വാസസ്ഥലം പോലും പ്രാപിക്കുന്നു. അവൻ്റെ വാക്കുകൾ ഗാലവമുനിയെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജന്മം സഫലമായത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന സമ്പ്രദായം എനിക്ക് പറഞ്ഞു തന്ന നിന്നെപ്പോലുള്ള ഭക്തനായ പുത്രനെ എനിക്ക് ലഭിച്ചതിനാലാണ്. സുതമുനിയെയും സന്യാസിമാരെയും വിഷ്ണുവിൻ്റെ ഈ ആരാധന രീതികളും കഥകളും ഏറെ സായുജ്യരാക്കി. നാരദനോടുള്ള സനത് കുമാരൻ്റെ വിവരണങ്ങൾ സുതമുനിയിലൂടെ ഗ്രഹിക്കുകയെന്ന പുണ്യകർമ്മത്താൽ തന്നെ തങ്ങൾ പരമോന്നതമായ വിഷ്ണുവിൻ്റെ വാസസ്ഥലം അടിയുവാൻ യോഗ്യരായെന്ന ആത്മനിർവൃതി അവരിൽ പൂത്തുലഞ്ഞു. ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി ഓഫ് വണ്ടർ വേൾഡിലൂടെ നാരദപുരാണം ഗ്രഹിച്ച നിങ്ങൾക്കും ആ പുണ്യം ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്
നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.